നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഇടയിൽ നിരന്തരമായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേളുവെട്ടൻ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ കൂടിയായ സഖാവ് കെ.ടി. കുഞ്ഞിക്കണ്ണനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദി നിയന്ത്രിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് P.K. സൈനബയാണ്. സൈനബാത്തയെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിന് നന്ദി പറയുന്നത് തവനൂർ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് K. നാരായണനാണ്. നാരായണനും സ്വാഗതം പറയുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് EN മോഹൻദാസ്, സഖാവ് P. ശ്രീരാമകൃഷ്ണൻ എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് സൈനാത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. സാക്കളെ, വളരെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ സെഷനുകളൊക്കെ തന്നെ സഖാവ് EMS-ന്റെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത പ്രതിസന്ധികളെ സംബന്ധിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്ത് ആകെ തന്നെ സാമ്പത്തികമായ പിന്നോട്ടടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുതലാളിത്തം ഞങ്ങൾ കുതിച്ചു പായുകയാണ് എന്നുള്ള അവകാശവാദമൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും ആ രാജ്യങ്ങളിലൊക്കെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധി ഉടലെടുത്തതിൻ്റെ ഭാഗമായി വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ വെട്ടിക്കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ അതിവേഗം കുതിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ 2030 ലോകത്തെ 4ാമത്തെ ശക്തിയായി ജപ്പാനെ മറികടന്ന് മുന്നിലെത്തുമെന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജപ്പാന്റെ സാമ്പത്തിക ആളോഹരി വരുമാനവും ഇന്ത്യയുടെ ആളോഹരി വരുമാനവും തമ്മിലൊന്നും ഒരു താരതമ്യവുമില്ല. പഴയകാലത്ത് എനിക്കും മജിസ്ട്രേറ്റിനും കൂടി 93 രൂപയാണ് ശമ്പളം എന്നൊരു ഗുമസ്തൻ പറഞ്ഞതുപോലെ 3 രൂപ ഗുമസ്തനും 90 രൂപ മജിസ്ട്രേറ്റിനും ശമ്പളമുള്ളതുപോലെയാണ് ഇന്ത്യയുടെയും അതുപോലെ ജപ്പാന്റെയും ഒക്കെ തന്നെ GDP-യെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഉള്ള അന്തരം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയും ലോകത്ത് തന്നെ ഏറ്റവും വലിയ പിന്നോട്ടടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ് എന്നെല്ലാം നമുക്കറിയാം. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖരായ സഖാക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സഖാവ് രാംകുമാറിനെ സ്നേഹപൂർവ്വം ഈ സെഷനിൽ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷ സഖാവ് സൈനബ, വേദിയിലുള്ള സഖാവ് ശ്രീരാമകൃഷ്ണൻ, സഖാവ് കുഞ്ഞിക്കണ്ണൻ, മറ്റുള്ളവർ, പല വർഷങ്ങളിലായി പലപ്പോഴും മലപ്പുറത്ത് വരാനും EMS സ്മൃതിയിൽ പങ്കെടുത്ത് സംസാരിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഏലംകുളത്ത് പോയിട്ടുണ്ട്, ചിലപ്പോൾ പെരിന്തൽമണ്ണയിൽ പോയിട്ടുണ്ട്, ചിലപ്പോൾ മലപ്പുറത്തായിട്ടുണ്ട്. പക്ഷെ തിരൂര് ആദ്യമായിട്ടാണ് വരാനൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ. മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന, മാർക്സിസത്തിൽ താല്പര്യമുള്ള എല്ലാവരും എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മാർക്സിസം ഒരു യൂറോപ്യൻ പ്രത്യയശാസ്ത്രമാണോ എന്നുള്ളത്. മാർക്സിസം ഒരു യൂറോപ്യൻ പ്രത്യയശാസ്ത്രമാണ്. അതിന് ഭാരതീയമായതോ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള സമൂഹങ്ങളുമായിട്ടോ ബന്ധമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നാണ് പൊതുവെ മാർക്സിസ്റ്റ് വിരുദ്ധർ
പറയാറുള്ളത്. പക്ഷെ അതിന് ബദലായി, അതിന് മറുപടിയായി ലോകമെമ്പാടുമുള്ള മാർക്സിസ്റ്റ് ചിന്തകരും പ്രവർത്തകരും അവരവരുടെ രാജ്യങ്ങളിൽ മാർക്സിസത്തെ എങ്ങനെ പരീക്ഷിക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ഏകദേശം 150 വർഷമായി നടത്തിപ്പോന്നു വന്നിട്ടുണ്ട്. അങ്ങനെ പാശ്ചാത്യ രാജ്യത്ത് എഴുതപ്പെട്ടതെങ്കിലും വിശ്വ മാനവികതയ്ക്ക് മുഴുവനായി അവകാശപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം എന്ന് തെളിയിക്കാനായിരുന്നു അവരുടെയൊക്കെ ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി വിലയിരുത്തി വിശകലനം നടത്തി അത് ജനങ്ങളോട് സംസാരിച്ച് ജനങ്ങൾക്ക് ആ വിജ്ഞാനം പകർന്നു കൊടുത്ത ഒരു അസാമാന്യ ജനകീയ മാർക്സിസ്റ്റ് നേതാവായിരുന്നു സഖാവ് EMS. അത്തരത്തിൽ വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ് കേരളത്തിന്റെ ഒരു വികസന മാതൃകയും. ഭൂപരിഷ്കരണത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മാതൃക മാർക്സിസ്റ്റ് ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമാക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ ഒരാളായ EMSന്റെ സ്മരണയ്ക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ആരംഭിക്കാം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ലോക മുതലാളിത്ത കുഴപ്പങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും അതിന്റെ ബദൽ സാധ്യതകളും എന്നുള്ളതാണ്. ഇത് പരിശോധിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ അല്പം ചരിത്രപരമായി ഇതിനെ സമീപിച്ചതിന് ശേഷം നമുക്ക് സമകാലിക ഘട്ടത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. മുതലാളിത്തത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇന്നത്തെ ഒരു സാമ്രാജ്യത്വ മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 16, 17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ പ്രധാനമായും ഉണ്ടായ മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന്റെ കാലഘട്ടമാണ്. ഈ മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന്റെ കാലഘട്ടം എന്നുള്ളത് ആക്രമണോത്സുകതയുടെ കാലഘട്ടമായിരുന്നു. വലിയ തോതിലുള്ള അക്രമങ്ങൾ, യുദ്ധങ്ങൾ, വലിയ തോതിലുള്ള മരണങ്ങൾ, ഇതൊക്കെ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന്റെ കാലഘട്ടം. മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന് ഏറ്റവും അടിയന്തരമായ ആവശ്യം മുതൽ കൈവശമുള്ള ഒരു മുതലാളിയും മുതൽ കൈവശമില്ലാത്ത പക്ഷേ അധ്വാനം മാത്രം പക്കലുള്ള ഒരു തൊഴിലാളിയും മറുവശത്തായി വരുന്ന ഒരു സമൂഹം ഉണ്ടായി വരണം എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ ഒരു ആവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിതി. പക്ഷേ അന്നതുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ അല്പാൽപ്പം ഭൂമി ഉണ്ടായിരുന്നു. ഭൂമിയുമായി ബന്ധമുള്ളവരായിരുന്നു പല തൊഴിലാളികളും. അപ്പോ അവരെ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ചുകൊണ്ട് അവരെ ഭൂരഹിത തൊഴിലാളികളും കർഷക തൊഴിലാളികളുമാക്കി മാറ്റുക, അങ്ങനെ ഒരു മുതലാളി ഒരു തൊഴിലാളി എന്ന ഒരു ദ്വന്ദ്വം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു മുതലാളിത്തത്തിന്റെ ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അതാണ് 16, 17 നൂറ്റാണ്ടുകളിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതോടുകൂടി മുതലാളിത്തം നിലവിൽ വന്നുവെങ്കിലും മുതലാളിത്തത്തിന്റെ ഒരു കൂടപ്പിറപ്പായി മാറി അതിനുള്ളിൽ തന്നെ വരുന്ന വൈരുദ്ധ്യങ്ങൾ, അതിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വൈരുദ്ധ്യങ്ങളിലേക്ക് പ്രതിസന്ധികൾ വഴിയുള്ള ഒരു യാത്രയാണ് മുതലാളിത്തത്തിന്റെ ചരിത്രം എന്ന് നമുക്കറിയാം. ഒരു വൈരുദ്ധ്യത്തെ മറികടക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പരിഹാരം കണ്ടെത്തുമ്പോൾ മുതലാളിത്തം ചെന്നെത്തുന്നത് പുതിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, പുതിയ ഒരു കൂട്ടം വൈരുദ്ധ്യങ്ങളുടെ നടുവിലേക്കാണ്. അങ്ങനെ ഈ മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന് ഈ ഘട്ടം പൂർത്തിയാകുമ്പോഴേക്ക് മുതലാളിത്തം അതിന്റെ ആദ്യത്തെ വൈരുദ്ധ്യത്തെ അഭിമുഖീകരിച്ചു. അത് ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം ഒരു വശത്ത് നടന്നു. ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികളെ അവർ മുൻപ് വീടുകളിലാണ് പണിയെടുത്തിരുന്നതെങ്കിൽ, ചെറിയ ശാലകളിലാണ് പണിയെടുത്തിരുന്നതെങ്കിൽ അവരെ അവിടെ നിന്നൊക്കെ ആട്ടിപ്പായിച്ച് ഒരു വലിയ കുടക്കീഴിൽ, ഒരു വലിയ റൂഫിന് കീഴിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന മാനുഫാക്ചറികളും ഫാക്ടറികളുമായി
മുതലാളിത്തം രൂപാന്തരം പ്രാപിപ്പിച്ചു. അങ്ങനെ ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം നടന്നു. ആ ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം ഒരു നല്ല കാര്യമാണ് എന്നാണ് മുതലാളിത്തം എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ അതിന്റെ മറുവശം കാണാതെ പോകരുത്. അതാണ് വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം. ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം നടത്തുമെങ്കിലും ആ ഉൽപാദനം വഴി ഉണ്ടാകുന്ന ലാഭത്തിന്റെ സ്വകാര്യവൽക്കരണമായിരുന്നു മറുവശത്ത് നടന്നത്. ഈ ലാഭം മുഴുവൻ ഫാക്ടറി ഉടമസ്ഥൻ കൊണ്ടുപോകുന്ന സ്ഥിതിയായി. അപ്പോ ഇതാണ് മുതലാളിത്തത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വൈരുദ്ധ്യം, പ്രാഥമിക വൈരുദ്ധ്യം. അതിൽ നിന്ന് ഇന്നും മുതലാളിത്തത്തിന് ഒരു മോചനം ഉണ്ടായിട്ടില്ല. ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം, പക്ഷെ ലാഭത്തിന്റെ സ്വകാര്യവൽക്കരണം. ഇതാണ് മുതലാളിത്തത്തിന്റെ അടിസ്ഥാന പ്രാഥമിക വൈരുദ്ധ്യമായി അന്നും ഉണ്ടായിരുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് മുതലാളിത്തം മുമ്പോട്ട് പോയി. 16, 17 നൂറ്റാണ്ടുകളിൽ നിന്ന് 18, 19 നൂറ്റാണ്ടുകളിലേക്ക് പോകുമ്പോൾ വലിയ വ്യവസായ വിപ്ലവം നടന്നു യൂറോപ്പിൽ. ഈ വ്യവസായ വിപ്ലവം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമുണ്ടായത് സാങ്കേതിക വിദ്യകളുടെ വലിയ രൂപത്തിലുള്ള വളർച്ചയാണ്. ഈ സാങ്കേതിക വിദ്യയുടെ വലിയ രൂപത്തിലുള്ള വളർച്ച നടന്നപ്പോൾ പുതിയ വൈരുദ്ധ്യങ്ങൾ രൂപം കൊണ്ടു. ഈ പുതിയ വൈരുദ്ധ്യങ്ങൾ എന്താ? ഒരു വശത്ത് ഉൽപാദന ശക്തികളുടെ ക്രമാതീതമായ വളർച്ച, മറുവശത്ത് ഉൽപാദന ബന്ധങ്ങൾ ഈ ഉൽപാദന ശക്തികൾക്ക് അനുസൃതമായി മാറുന്നില്ല, പരിവർത്തനം ചെയ്യപ്പെടുന്നില്ല. അത് മുതലാളിത്തത്തിനുള്ളിൽ പുതിയ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതി ഉണ്ടാക്കി. അത് 19 നൂറ്റാണ്ടായപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഈ സമയത്താണ് മുതലാളിത്തം അതിന്റെ ആദ്യത്തെ മറ്റു തരത്തിലുള്ള പ്രതിസന്ധികളെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നത്. അതിലൊന്ന് ലാഭനിരക്കിന്റെ കുറവ് നിരന്തരമായി അനുഭവപ്പെടുന്ന ഒരു വ്യവസ്ഥയായി മുതലാളിത്തം മെല്ലെ രൂപാന്തരം പ്രാപിക്കുകയാണ്. മുതലാളിത്തം ഒരു വശത്ത് കുമിഞ്ഞുകൂടുന്ന ഉൽപാദനം സൃഷ്ടിക്കുന്നു. പക്ഷെ ഈ കുമിഞ്ഞുകൂടുന്ന ഉൽപാദനം മുതലാളിത്തം ഉൽപാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭൂരഹിതരായി, മുൻപ് ഭൂമി ഉണ്ടായിരുന്നവരെ ഭൂമി ഇല്ലാത്തവരാക്കി മാറ്റി, മുൻപ് ചെറിയ മെഷീനുകൾ ഉണ്ടായിരുന്നവരെ ആ മെഷീനുകളിൽ നിന്ന് അകറ്റി, അങ്ങനെ പൂർണ്ണമായിട്ട് ഭൂരഹിത അല്ലെങ്കിൽ വിവിധ ഉൽപാദന ഉപാധികളിൽ നിന്ന് എല്ലാവരെയും അകറ്റി നിർത്തി ഉൽപാദന ഉപാധികളിൽ നിന്നുള്ള മോചനം അവർക്ക് സാധ്യമാക്കി കൊടുക്കുന്ന ഒരു വ്യവസ്ഥയായി. അതുമൂലം ഒരു വലിയ തൊഴിലില്ലാത്ത ഒരു പട തൊഴിൽ സേനയിൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഒരു വശത്ത് ഉൽപാദനത്തിന്റെ കുമിഞ്ഞുകൂടൽ, മറുവശത്ത് ഭൂമിയില്ലാത്ത, വരുമാനം അവരുടെ അധ്വാനത്തിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന ഒരു വലിയ പട തൊഴിൽ സേന മറുവശത്ത് രൂപപ്പെടുന്നു. അപ്പൊ ഈ കുമിഞ്ഞുകൂടുന്ന ഉൽപാദനം വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരു തൊഴിൽ സേന മറുവശത്ത് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മുതലാളിത്തം അതിന്റെ അടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. ഈ കുമിഞ്ഞുകൂടുന്ന ഉൽപാദനം വാങ്ങാൻ ആളില്ല, ഡിമാൻഡില്ല, വിലകൾ പലപ്പോഴും ക്രമാതീതമായി കുറയാൻ ആരംഭിച്ചു അവരുടെ ഉൽപ്പന്നങ്ങളുടെ. അങ്ങനെ പുതിയ പ്രതിസന്ധികളിലേക്ക് മുതലാളിത്തം ഈ അവസരത്തിലേക്ക് പോവുകയാണ്. അതിന് പരിഹാരമായി മുതലാളിത്തം കണ്ടുപിടിച്ച ഒരു പരിഹാരമാണ് കോളനിവൽക്കരണം. നമുക്ക് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റ് നാടുകളെ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ പുതിയ മാർക്കറ്റുകൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കായി സൃഷ്ടിക്കുന്നതിന്റെ ഒരു പരീക്ഷണമായിരുന്നു കൊളോണിയലിസം. അങ്ങനെ മുതലാളിത്തത്തിന്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി മുതലാളിത്തം തന്നെ സൃഷ്ടിച്ച ഒരു ഉപാധിയായി കോളനിവൽക്കരണം അല്ലെങ്കിൽ കൊളോണിയലിസം മാറുകയാണ്. അത് പുതിയ രൂക്ഷമായ പ്രതിസന്ധികൾക്കും വൈരുദ്ധ്യങ്ങൾക്കും 20 നൂറ്റാണ്ടായപ്പോൾ വഴിതെളിച്ചു. അങ്ങനെ നമ്മൾ മുതലാളിത്തത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു. അത് 20 നൂറ്റാണ്ടിൽ ലെനിൻ, ഹിൽഫർഡിങ് തുടങ്ങിയ മാർക്സിസ്റ്റ് ചിന്തകർ അവതരിപ്പിച്ച സാമ്രാജ്യത്വം എന്ന മുതലാളിത്തത്തിന്റെ പുതിയ ഘട്ടമായി. സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം എന്നാണ് ലെനിൻ ഈ അവസരത്തിൽ മുതലാളിത്തത്തെ വിശേഷിപ്പിച്ചത്. ലെനിനും ഹിൽഫർഡിങ്ങും ജീവിച്ച യൂറോപ്പിൽ അല്ലെങ്കിൽ ആഗോള മുതലാളിത്ത കാലഘട്ടത്തിൽ അവർ കണ്ടത് ബാങ്കുകളും, അതായത് ഫിനാൻസ് മൂലധനവും ഉൽപാദന മൂലധനവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അവര് സാമ്രാജ്യത്വം എന്ന് ആ ഘട്ടത്തിൽ വിളിച്ചത്. ഉൽപാദനം നടത്തുന്നവർ തന്നെ ബാങ്കുകൾ സ്വകാര്യമാക്കി വെച്ചിരിക്കുന്നു. അവർ ഡെപ്പോസിറ്റർമാരുടെ പണമെടുത്ത് അവരുടെ തന്നെ ഫാക്ടറികൾക്ക് കടം കൊടുക്കുന്നു.
അതിന്റെ ഭാഗമായിട്ട് രൂക്ഷമായ അഴിമതി, വലിയ കുംഭകോണങ്ങൾ യൂറോപ്പിന്റെ ബാങ്കിംഗ് രംഗത്ത് പൊട്ടിപ്പുറപ്പെട്ടു. വലിയ ബാങ്കിംഗ് തകർച്ച, ബാങ്കിംഗ് പ്രതിസന്ധികൾ ഈ അവസരത്തിൽ സാമ്രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു. ഇതാണ് ലെനിനും ഹിൽഫർഡിയും ഒക്കെ കണ്ട അന്നത്തെ 20-ാം നൂറ്റാണ്ടിലെ 3-ാം ഘട്ടമായ സാമ്രാജ്യത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളായി അന്ന് ഉയർന്നു വന്നത്. ഈ അവസരത്തിന് ഇതിന് കാരണമായി വന്നത് എന്തൊക്കെയാണ്? ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഉൽപാദനത്തിന്റെ വളർച്ച, വലിയ രൂപത്തിലുള്ള ലാഭത്തിന്റെ ഉയർച്ചക്കിടയാക്കി. പക്ഷെ ഈ ലാഭങ്ങളൊക്കെ തന്നെ ചിലരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതി രൂപപ്പെട്ടു. വലിയ രൂപത്തിലുള്ള അസമത്വം ഈ ഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ കോളനിവൽക്കരണം പുരോഗമിക്കുകയാണ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ. ഈ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ മുതലാളിത്ത രാജ്യങ്ങൾ അഭിമുഖീകരിച്ച മറ്റൊരു പ്രതിസന്ധി, അവർ കയറ്റുമതി ചെയ്യുന്ന മൂലധനം എന്ന് പറയുന്നത് അവർ കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളെക്കാൾ കൂടുതലായി മാറി. കയറ്റുമതി ചെയ്യുന്ന മൂലധനം കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളെക്കാൾ കൂടുതലായി. അങ്ങനെ ആണ് ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ വലിയ രൂപത്തിലുള്ള വ്യാപാര അസമത്വം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നിന്ന് കുറേയധികം ഉൽപ്പന്നങ്ങൾ ബ്രിട്ടൻ എടുത്തുകൊണ്ട് പോകുന്നു, വളരെ കുറച്ച് മാത്രം തിരിച്ചിങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ദാദാഭായി നവറോജിയൊക്കെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഡ്രെയിൻ തിയറി രൂപപ്പെട്ടത്. ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ബ്രിട്ടൻ എന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കളടക്കം പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ്. അത് പുതിയൊരു വൈരുദ്ധ്യമായി രൂപപ്പെട്ടു. മുതലാളിത്തവും സാമ്രാജ്യത്വം ഒരു വശത്തും 3-ാം ലോക രാജ്യങ്ങൾ മറുവശത്തും എന്ന രൂപത്തിൽ പുതിയ ഒരു പ്രതിസന്ധി, പുതിയൊരു വൈരുദ്ധ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ, മുതലാളിത്ത ക്രമത്തിനുള്ളിൽ രൂപപ്പെടുന്ന സ്ഥിതി 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി ഉണ്ടാവുന്നു. ഇതിനൊരു പുതിയ പ്രശ്നം ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതൊന്നുമല്ല. ഫിനാൻസ് മൂലധനത്തിന്റെ ആഗോളവൽക്കരണം നടക്കുന്നു. ഒരു വശത്ത് ഈ മൂലധനത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നേഷൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ഭരണകൂട വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോഴും നാഷണലായി നിലനിന്നു. അത് ഇന്റർനാഷണൽ ആയില്ല, അത് ഗ്ലോബൽ ആയില്ല. മൂലധനം ആഗോളവൽക്കരിക്കപ്പെട്ടു, പക്ഷേ ഭരണകൂടം നാഷണലായി തന്നെ നിലനിന്നു. അപ്പോ ആഗോളതലത്തിൽ പടരുന്ന മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ട, ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ട ചുമതല നാഷണൽ ലെവലിലുള്ള ഭരണകൂടങ്ങൾക്ക് മേൽ വന്നുപെട്ടപ്പോൾ അവർ ആകെ കുഴപ്പത്തിലായി. അതിന് പരിഹാരമില്ല എന്ന സ്ഥിതിയായി മാറി പലപ്പോഴും. അത് മുതലാളിത്തത്തിനുള്ളിൽ പുതിയ കുഴപ്പങ്ങൾക്ക് വഴിതെളിച്ചു. അങ്ങനെ 2 ലോക മഹായുദ്ധങ്ങൾ 50 വർഷത്തിനുള്ളിൽ ഈ ലോകം ദർശിച്ചു. എന്തുകൊണ്ടാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടായത്? എന്തുകൊണ്ടാണ് 2-ാം ലോക മഹായുദ്ധം ഉണ്ടായത്? അത് മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും കമ്പോളത്തിലെ ആക്രമണോത്സുകതമായ മാത്സര്യശേഷിയുടെ ഒരു പ്രകടനമായിരുന്നു ഈ 2 ലോക മഹായുദ്ധങ്ങളും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ട ഈ 2 ലോക മഹായുദ്ധങ്ങൾ. അതിനിടയ്ക്ക് നമുക്ക് 2 വാങ്ങുമ്പോൾ 1 ഫ്രീ ആയി കിട്ടുമെന്ന് പറയുന്നത് പോലെ 2 ലോക മഹായുദ്ധങ്ങൾക്കിടയിൽ നമുക്കൊരു ഫാസിസം ഫ്രീ ആയി കിട്ടുകയും ചെയ്തു. ഹിറ്റ്ലറിന്റെ വരവ്, നേരത്തെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവർ സൂചിപ്പിച്ച ആ മുതലാളിത്ത കുഴപ്പത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട ഒരു പ്രക്രിയയായിരുന്നു, ഒരു പ്രതിഭാസമായിരുന്നു ഫാസിസം. ഹിറ്റ്ലർ, മുസോളിനി, ഫ്രാങ്കോ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഫാസിസ്റ്റ് ഭരണകർത്താക്കളുടെ ആവിർഭാവം. ഇത് മുതലാളിത്തത്തിന്റെ 3-ാം ഘട്ടമായി രൂപപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി അത് അതിന്റെ ഒരു ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന സ്ഥിതിയും നമ്മൾ കാണുകയുണ്ടായി. അവിടെ നിന്നാണ് 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ, അതുപോലെ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുമുള്ള മുതലാളിത്തത്തിന്റെ ഒരു 4-ാമത്തെ ഘട്ടം ഉയർന്നു വരുന്നത്. ഈ 4-ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 4-ാമത്തെ ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? 3-ാം ഘട്ടത്തിന്റെ തുടർച്ചയായി എല്ലാ ഉൽപാദന പ്രക്രിയയ്ക്കും മുകളിൽ ഫിനാൻസ് മൂലധനത്തിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു വ്യവസ്ഥിതിയായി മുതലാളിത്തം ഈ 4-ാമത്തെ ഘട്ടത്തിൽ മാറുകയാണ്. ഉൽപാദനമല്ല പ്രധാനം, ഫിനാൻസ് മൂലധനമാണ് പ്രധാനം എന്ന ഒരു സ്ഥിതിയിലേക്ക് മുതലാളിത്തം എത്തിപ്പെടുകയാണ്. അപ്പോൾ ഉൽപാദനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സമ്പത്തിന്റെ വർധനവല്ല
മുമ്പ് മുതലാളിത്തത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ അവർക്ക് താല്പര്യം മറിച്ച് ഫിനാൻസ് മൂലധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ചൂതാട്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള എങ്ങനെ ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കാം, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ, ഫിനാൻസിന്റെ വിപണികളിൽ ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ ചൂതാട്ടം നടത്തിക്കൊണ്ട് അവിടെ സ്പെക്കുലേഷൻ നടത്തിക്കൊണ്ട് എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്ന പുതിയ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി ഫിനാൻസിന് ഉൽപാദനത്തെക്കാൾ മുൻഗണന ലഭിക്കുകയും അങ്ങനെ ഈ ലോക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ചൂതാട്ട വ്യവസ്ഥിതിയായി മാറുന്ന സ്ഥിതിയും ഈ 4ാം ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. മുമ്പെല്ലാവരും മുതലാളിത്തത്തെ അറിഞ്ഞിരുന്നത് ഉൽപാദനക്ഷമതയെ വ്യവസായ വിപ്ലവം വഴി ഉയർത്തിയ ഒരു മഹത് വ്യവസ്ഥ എന്ന രൂപത്തിലാണ് മുൻപ് മുതലാളിത്തത്തെ എല്ലാവരും അറിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഫിനാൻസ് മൂലധനത്തിന് കൂടുതൽ ചൂതാട്ടം നടത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളെ പിഴിഞ്ഞെടുത്തുകൊണ്ട് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി, ഒരു പ്രതിഭാസമായി, ഒരു വ്യവസ്ഥിതിയായി ഇന്ന് മുതലാളിത്തം പരിപൂർണമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് 4ാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുൻപിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനൊപ്പമുണ്ടായി. മുൻപ് മുതലാളിത്ത രാജ്യങ്ങൾ മാത്രമായിരുന്നു ലോക സമ്പദ് വ്യവസ്ഥയിൽ മുൻപിട്ട് നിന്നിരുന്നതെങ്കിൽ അവയ്ക്ക് ബദലുകളായി സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പലരും കരുതിയെങ്കിലും ചൈന ഒരു പുതിയ സോഷ്യലിസ്റ്റ് മഹാസമ്പദ് വ്യവസ്ഥ ശക്തിയായി ലോകത്ത് രൂപാന്തരം പ്രാപിച്ചു. അടുത്ത 20-30 വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയെ കടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാവാൻ പോകുന്ന രാജ്യമായി ഇന്ന് ചൈന മാറിയിരിക്കുന്നു. ഇന്ന് ലോക മുതലാളിത്ത വ്യവസ്ഥ നേരിടുന്ന, സാമ്രാജ്യത്വ വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ചൈന ഒരു വശത്ത് ഉയർന്നു വരുമ്പോൾ ചൈനയ്ക്കൊപ്പം മറ്റു രാജ്യങ്ങളും നിരന്നു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ എങ്ങനെ സാമ്രാജ്യത്വത്തിന്റെ അധീശത്വം നിലനിർത്താം എന്ന പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളായി നമ്മുടെ മുൻപിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. അത് പുതിയൊരു പ്രതിസന്ധിയായി നമ്മുടെ മുൻപിൽ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വൈരുദ്ധ്യങ്ങളിലേക്ക് പ്രതിസന്ധികൾ വഴി കടന്നു പോകുന്ന ഒരു വ്യവസ്ഥയുടെ ചരിത്രമാണ് മുതലാളിത്തത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചത്. എന്തൊക്കെയാണ് 6-7 പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഇന്നത്തെ ലോക മുതലാളിത്ത കുഴപ്പത്തിന്റെ, ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നുണ്ട്. ഇത് പുതിയ വൈരുദ്ധ്യങ്ങളാണ്, പഴയ വൈരുദ്ധ്യങ്ങളൊന്നും മറഞ്ഞു പോയിട്ടില്ല. ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണവും ലാഭത്തിന്റെ സ്വകാര്യവൽക്കരണവും എന്ന വൈരുദ്ധ്യം മാഞ്ഞു പോയിട്ടില്ല. അത് അടിസ്ഥാനമായി തുടരുന്നുവെങ്കിലും പുതിയ പരിസ്ഥിതികൾക്കുള്ളിൽ, പുതിയ സാഹചര്യങ്ങൾക്കുള്ളിൽ, ആഗോള ഫിനാൻസ് മൂലധനത്തിന്റെ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ പുതിയ 6-7 വൈരുദ്ധ്യങ്ങളെയാണ് ഇന്ന് മുതലാളിത്തം പ്രധാനമായി അഭിമുഖീകരിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന, നിലവിൽ വരുത്തുന്ന വലിയ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് മറുപടിയായിട്ടാണ് ഈ ലോക മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ബദലുകൾക്കുള്ള പരീക്ഷണവും ഇന്ന് തന്നെ നമുക്കുള്ളിൽ നടന്നു വരുന്നത്. അതിനെക്കുറിച്ച് സഖാവ് കുഞ്ഞിക്കണ്ണൻ കൂടുതലായി പറയും എന്നെനിക്കറിയാം. പക്ഷേ അത് സൂചിപ്പിച്ചു പോകുക മാത്രം ഇവിടെ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഇന്ന്? ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൽപാദനത്തിന് മേൽ ഫിനാൻസ് മൂലധനത്തിന് കിട്ടുന്ന അധീശത്വം, മുൻഗണന, അത് ഇന്ന് ലോക മുതലാളിത്തം, ലോക സാമ്രാജ്യത്വം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുക. ഫിനാൻസ് മൂലധനത്തിന് അതിൻ്റെതായ അടിത്തറയുണ്ടോ? ഇല്ല. ഉൽപാദനത്തിന് അതിൻ്റെതായ അടിത്തറയുണ്ട്. ഉൽപാദനം നടക്കുന്നു, ഒരു ചരക്കിനെ കൂടുതൽ മൂല്യമുള്ള മറ്റൊരു ചരക്കായി ഉൽപാദനം പരിവർത്തനം ചെയ്യുന്നു, അങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാവുന്നു. അതിന് അടിസ്ഥാനമുണ്ട്. പക്ഷെ ചൂതാട്ടത്തിന് അടിസ്ഥാനമുണ്ടോ? യുക്തിസഹമായ ചൂതാട്ടം എന്നൊരു പരിപാടി ഈ ലോകത്തുണ്ടോ? ഇല്ലല്ലോ. അടിസ്ഥാനപരമായി യുക്തിരഹിതമായ ഒരു പ്രക്രിയയാണ് ചൂതാട്ടം. ആ ചൂതാട്ടം പുതിയ ലാഭത്തിന്റെ നിർമ്മാണത്തിന്റെ അടിസ്ഥാനമായി മാറുമ്പോൾ ആ വ്യവസ്ഥയ്ക്ക് ഒരു അർത്ഥമില്ലാത്ത വ്യവസ്ഥയായി ആ വ്യവസ്ഥ രൂപം മാറുകയാണ്. അത് ഇന്നത്തെ മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായി മാറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 2007-2008 കാലഘട്ടത്തിൽ പുറപ്പെട്ട ലോക സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു വശത്തെ ലാഭം കുമിഞ്ഞുകൂടുന്നു. ഈ ലാഭമൊക്കെ എവിടെ പോകുന്നു?
ബാങ്കിംഗ് വ്യവസ്ഥയിലേക്ക് പോകുന്നു. വലിയൊരു വിഭാഗം ലാഭം ബാങ്കിംഗ് വ്യവസ്ഥയിലേക്ക് പോകുന്നു. ബാങ്കിംഗ് വ്യവസ്ഥയിലേക്ക് പോയാൽ എന്താ സ്ഥിതി? ബാങ്കുകൾക്ക് ഒരുപാട് പണം ഡെപ്പോസിറ്റർമാരിൽ നിന്ന് വരുന്നു. അത് അവരുടെ ലിക്വിഡിറ്റി ആയി മാറുന്നു. അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റർമാരുടെ പണമായി അത് മാറുന്നു. പക്ഷെ ഡെപ്പോസിറ്റർമാർക്ക് പലിശ കൊടുക്കണ്ടേ? ഡെപ്പോസിറ്റർമാർക്ക് പലിശ കൊടുക്കണമെങ്കിൽ ആ പണം മറ്റൊരാൾക്ക് വായ്പയായി കൊടുക്കണ്ടേ? അതിനേക്കാളും കൂടുതൽ പലിശ നിരക്കിൽ. അപ്പോൾ ആ വായ്പ വാങ്ങുന്നവരെ തേടിയുള്ള ഒരു പരക്കം പാച്ചിലാണ് ബാങ്കുകളിൽ പിന്നെ കാണുന്നത്. ആർക്കൊക്കെ വായ്പ വേണം, ഏതൊക്കെ രാജ്യങ്ങൾക്ക്, ഏതൊക്കെ കമ്പനികൾക്ക് വായ്പ വേണം, ആർക്കൊക്കെ വീട് വയ്ക്കാൻ വായ്പ വേണം, ആർക്കൊക്കെ കാർ വാങ്ങാൻ വായ്പ വേണം എന്നുള്ള ഒരു അന്വേഷണമാണ് പിന്നെ ബാങ്കുകൾ നടത്തുന്നത്. അതുവഴി അവർക്ക് തിരിച്ചടവിനുള്ള സാധ്യതകളുണ്ടോ, തിരിച്ചടവിനുള്ള കഴിവുണ്ടോ എന്നൊന്നും നോക്കാതെ ബാങ്കുകൾ ഈ ലോകം മുഴുവൻ 1990കളിലും 2000 ദശകത്തിന്റെ ആരംഭത്തിലും വലിയ രൂപത്തിലുള്ള വായ്പകൾ നൽകാൻ ആരംഭിച്ചു. ഈ വായ്പകളൊക്കെ അവര് ഫിനാൻസ് മൂലധനത്തിന്റെ ചൂതാട്ട വിപണിയിൽ ഇറക്കി കളിക്കുന്ന ഒരു സ്ഥിതിയും നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായി ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്കുള്ളിലെ ചെറിയ കുഴപ്പങ്ങൾ പോലും തിരിച്ചടവില്ലാത്ത ഒരു വായ്പാ വ്യവസ്ഥ നിലവിൽ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായതാണ് 2008 ലോക സാമ്പത്തിക പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ നിന്ന് ഇന്നും, ആ പ്രതിസന്ധി ഉണ്ടാക്കിയ കടഭാരങ്ങളിൽ നിന്നും ഇന്നും ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്കും വിവിധ കമ്പനികൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഇന്നും മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയും, പ്രതിസന്ധി പോയി, പക്ഷെ കടം ബാക്കി നിന്നു. കടം മാഞ്ഞു പോയില്ല, പ്രതിസന്ധി പോയി. അപ്പൊ ആ കടഭാരത്താൽ ഉഴലുകയാണ് ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക വികസ്വര രാജ്യങ്ങൾ. ഇന്ന് വികസ്വര രാജ്യങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാമ്രാജ്യത്വ വ്യവസ്ഥ ഉണ്ടാക്കിയ ഈ ലോക സാമ്പത്തിക പ്രതിസന്ധി, ആ ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ മേൽ കടന്നു വന്ന ഈ അമിതമായ കടഭാരം, അത് ഇന്ന് ഞങ്ങളുടെ വികസനത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു. ഈ കടം നിങ്ങൾ എഴുതിത്തള്ളണം എന്നാണ് വികസ്വര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. അതിന്ന് ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതൊന്ന്. രണ്ട്, ഇന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഒരു വശത്തും വികസ്വര രാജ്യങ്ങൾ മറ്റൊരു വശത്തും എന്നതല്ല സ്ഥിതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചൈന ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഇന്ന് ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ വേഗത്തിലുള്ളൊരു വളർച്ചയാണ് ചൈനയ്ക്കുണ്ടായത്. 25 വർഷങ്ങൾക്ക് മുൻപ് 2000 വർഷത്തിൽ അമേരിക്കയുടെ മൊത്തം വ്യവസായ ഉൽപാദനത്തിന്റെ 30% മാത്രമാണ് ചൈനയുടെ വ്യവസായ ഉൽപാദനം. ഒന്നും കൂടി പറയാം, 2000 വർഷത്തിൽ അമേരിക്കയുടെ വ്യവസായ ഉൽപാദനത്തിന്റെ 30% മാത്രമായിരുന്നു ചൈനയുടെ വ്യവസായ ഉൽപാദനം. അമേരിക്ക 100 കിലോ ഉൽപ്പാദിപ്പിച്ചാൽ ചൈന 30 കിലോ മാത്രമേ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ. ഇന്ന് അമേരിക്ക 100 കിലോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ചൈന ഉൽപ്പാദിപ്പിക്കുന്നത് 200 അല്ലെങ്കിൽ 250 കിലോ. ഇരട്ടിയിൽ കൂടുതലായി, അമേരിക്കയുടെ വ്യവസായ ഉൽപാദനത്തിന്റെ ഇരട്ടിയിൽ കൂടുതലായി ഇന്ന് ചൈനയുടെ മാനുഫാക്ചറിംഗ് രംഗം, വ്യവസായ രംഗം പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ലോകമെമ്പാടും ഏത് ചരക്കും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കാൻ, കുറഞ്ഞ വിലയിൽ എത്തിക്കാൻ സാധ്യതയുള്ള ബലമുള്ള ഒരു ദൃഢമായ സമ്പദ് വ്യവസ്ഥയായി ചൈനയുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ചൈനയെ എങ്ങനെയെങ്കിലും തകർക്കുക, അല്ലെങ്കിൽ ചൈനയെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ പരീക്ഷണമാണ് ഇന്ന് ലോക ഭൗമരാഷ്ട്ര ജിയോ പൊളിറ്റിക്കൽ സ്പേസിൽ നടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കൂ. അവരെല്ലാവരും ചൈനയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ ലോക സാമ്പത്തിക പ്രശ്നങ്ങളുടെ അടിവേരുകൾ കണ്ടെത്തി പോകുന്നത്. അവരുടെ സാമ്രാജ്യത്വ വ്യവസ്ഥ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ എന്ന രൂപത്തിലല്ല, ചൈന ഉണ്ടാക്കിയ കുഴപ്പം എന്ന രൂപത്തിലാണ് അവരിതിനെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഭൗമരാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് പോകാൻ കഴിയൂ. അപ്പോ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ട്രംപിന്റെ പുതിയ ചുങ്കയുദ്ധങ്ങൾ. ട്രംപിന്റെ പുതിയ ചുങ്കയുദ്ധങ്ങൾ എന്തിനാണ്? ട്രംപ് ഇത്ര യുക്തിരഹിതമായ ചുങ്കയുദ്ധങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്?
അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് താറുമാറായ സ്ഥിതിയിലാണ്. ചൈനയുടെ ഉയർച്ച എന്ന് പറയുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ താറുമാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ചെറുപ്പത്തിൽ ക്യാമറ ഉപയോഗിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാമറയുടെ പേരാണ് കൊഡാക്, അല്ലേ? KODAK, കൊഡാക്. കൊഡാക് എന്ന ക്യാമറ ഇന്നില്ല, അതാരും കാണുന്നില്ല. 60-70 മുതൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ എന്താ പറയാ സംരംഭം, അവര് ഏറ്റവും അഭിമാനപൂർവ്വം ലോകത്തോട് പറഞ്ഞിരുന്ന അവരുടെ വ്യവസായ ഉൽപ്പന്നമായിരുന്നു ഈ കൊഡാക് ക്യാമറ. പക്ഷേ 80-കളായപ്പോൾ 90-കളായപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഏഷ്യയിൽ നിന്ന് ഫുജി എന്ന മറ്റൊരു കമ്പനി ക്യാമറയുമായി വന്നു. അപ്പോഴാണ് ഡിജിറ്റൽ വിപ്ലവം നടക്കുന്നത് ക്യാമറയിൽ. ആ ഡിജിറ്റൽ വിപ്ലവത്തിനെ ഫുജി ഏറ്റെടുത്തു. കൊഡാക്ക് ആ ഇന്നോവേഷനിലേക്ക് പോയില്ല. ആ നൂതനത്വം കൊഡാക്കിന് മനസ്സിലായുമില്ല, അവരത് ഏറ്റെടുത്തുമില്ല. അങ്ങനെ കൊഡാക്ക് ഇല്ലാണ്ടായി. ഫുജി എന്ന് പറയുന്നത് കൊഡാക്കിനെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറ കമ്പനിയായി മാറി. കൊഡാക്ക് അടച്ചുപൂട്ടപ്പെട്ടതോടുകൂടി അമേരിക്കയുടെ ഒരു നഗരം അടച്ചുപൂട്ടപ്പെട്ട സ്ഥിതിയായി. കാരണം അമേരിക്കയിലെ ഒരു നഗരം, ഡെട്രോയിറ്റ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഒരു നഗരം പരിപൂർണമായി നിലനിന്നിരുന്നത് കൊഡാക്ക് കമ്പനിയും കൊഡാക്ക് ഫാക്ടറിയും അത് കൊടുത്തിരുന്ന തൊഴിലുകളും അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു നഗരം നിലനിന്നിരുന്നത്. ആ നഗരത്തെ ഇന്നൊരു ഗോസ്റ്റ് സിറ്റി എന്നാണ് വിളിക്കുന്നത്. ഭൂതങ്ങളുടെ നഗരം, ആരുമില്ല, ബിൽഡിങ്ങുകളുണ്ട്, ആളില്ല. അത്തരത്തിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ രക്ഷപ്പെടുത്താനുള്ള അവസാനത്തെ കൈയാണ് ട്രംപ് ഇന്ന് പരീക്ഷിക്കുന്നത്. മറ്റുള്ളവർക്ക് മേൽ ചുങ്കം ചുമത്തി സ്വന്തം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം. അത് കഴിയില്ല എന്ന് ട്രംപിന് തന്നെ അറിയാം. കാരണം ചൈനയോ വിയറ്റ്നാമോ ബംഗ്ലാദേശോ എന്തിനധികം പറയുന്നു ഇന്ത്യയോ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ആ വിലയ്ക്ക് ഒരു കാലത്തും ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല. കാരണം അവിടുത്തെ വേതനം, അവിടുത്തെ കൂലി എന്ന് പറയുന്നത് വളരെ ഉയർന്ന കൂലിയാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയുള്ള പരീക്ഷണമാണ്? ഒന്ന് നടത്തി നോക്കാം, ഒന്ന് വിരട്ടി നോക്കാം എന്ന ഒരു പരീക്ഷണമാണ് പ്രധാനമായി ട്രംപ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു വൈരുദ്ധ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മുതലാളിത്ത സാമ്രാജ്യത്തെ ശക്തികൾ ഒരു വശത്തും ചൈന മറുവശത്തുമായി നടക്കുന്ന പുതിയ ഒരു സാമ്രാജ്യത്വ യുദ്ധം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് എന്താണ്? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻസ് ആഗോളവൽക്കരിക്കപ്പെട്ടു. പക്ഷേ രാഷ്ട്രീയം, ഭരണകൂടം ഇപ്പോഴും ദേശീയമാണ്, നാഷണലാണ്. അപ്പോ ഫിനാൻസ് ആഗോളമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത്, അതിനെ ദേശീയമായി സമീപിച്ച് പരിഹരിക്കേണ്ട വെല്ലുവിളി മറ്റൊരു വശത്ത്. അത് ദേശീയമായി പരിഹരിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം അതിന് ആഗോളപരമായിട്ടുള്ള പരിഹാരങ്ങളേ ഉള്ളൂ. ആഗോള ഫിനാൻസ് മൂലധനത്തിന്റെ പ്രശ്നങ്ങൾക്ക് ആഗോളമായിട്ടുള്ള പരിഹാരങ്ങളേ ഉള്ളൂ, ദേശീയമായ പരിഹാരങ്ങളില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അതിന്റെ ഭാഗമായി സുഹൃത്തുക്കളെ ഉയർന്നു വന്നതാണ് അവിടങ്ങളിലെ നിയോ ഫാസിസം, അവിടങ്ങളിലെ വലതുപക്ഷ പോപ്പുലിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. അവർക്ക് പരിഹരിക്കാൻ കഴിയില്ല. അവർക്ക് ഫിനാൻസ് മൂലധനത്തിനെ കുറ്റം പറയാനും കഴിയില്ല. കാരണം അവർ തന്നെ അവരുടെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ഫിനാൻസ് മൂലധനത്തിന്റെ പ്രസക്തി. അപ്പൊ അവർക്കതിനെ പറയാൻ കഴിയില്ല, അതിന്റെ പ്രാധാന്യം കുറയ്ക്കണമെന്ന് പറയാൻ കഴിയില്ല. ഈ മുതലാളിത്തം ഈ രൂപത്തിൽ നിന്ന് മാറി പുതിയൊരു മുതലാളിത്തത്തിലേക്ക് മാറണമെന്ന് പറയാനും അവർക്ക് കഴിയില്ല. അപ്പൊ അവരെന്താ ശ്രമിക്കുക? പുതിയ ശത്രുക്കളെ അവർക്ക് കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയപ്പോൾ ട്രംപ് പറഞ്ഞു, അമേരിക്കയിലെ തൊഴിലില്ലായ്മയ്ക്ക് പ്രധാനപ്പെട്ട കാരണം മെക്സിക്കോയിൽ നിന്ന് വരുന്ന കുടിയേറ്റ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞു. ഇവിടെയല്ല പ്രശ്നം, പുറത്തുനിന്നുള്ളവരാണ് പ്രശ്നം. ഇവിടെയല്ല പ്രശ്നം, പുറത്തു നിന്നുള്ളവർ വന്ന് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത്. അങ്ങനെ അയാൾ പറഞ്ഞത് എന്താ? ഞാൻ അമേരിക്കയ്ക്കും മെക്സിക്കോയ്ക്കും ഇടയിൽ ഒരു മതിലുണ്ടാക്കും. ആ മതിലുണ്ടാക്കിയാൽ അമേരിക്കയിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. പക്ഷേ അതിനുശേഷം വീണ്ടും വന്നപ്പോൾ അയാൾ ഇപ്പോൾ എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞു, അമേരിക്കയുടെ ശക്തി കുറയാൻ കാരണം മറ്റുള്ളവരാണ്, എനിക്ക് ഗ്രീൻലാൻഡ് വേണം, ഞാൻ വേണമെങ്കിൽ കാശ് കൊടുത്ത് ഗ്രീൻലാൻഡ് മേടിച്ചു കൊള്ളാം.
എനിക്ക് ഇവിടുത്തെ കനാൽ വേണം, അതും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചോളാം. ഇപ്പൊ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ എയർബേസ് എനിക്ക് അവകാശപ്പെട്ടതാണ്, ബാഗ്രാം എന്ന് പറയുന്ന എയർബേസ് എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാനത് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഒരു ചുങ്കയുദ്ധവും അയാൾ ആരംഭിച്ചു. അപ്പോ ഈ ആഗോള ഫിനാൻസ് മൂലധനത്തിന്റെ പ്രശ്നങ്ങളെ ആഗോളമായി പരിഹരിക്കുന്നതിന് പകരം ദേശീയമായി പരിഹരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് പുതിയ ശത്രുക്കളെ തേടാനുള്ള ഒരു തത്രപ്പാടിലാണ്, അന്വേഷണത്തിലാണ് ആഗോള മുതലാളിത്തം എന്ന്. അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ നിയോ ഫാസിസ്റ്റ് ഭരണകൂട രൂപങ്ങളും രാഷ്ട്രീയങ്ങളും വലതുപക്ഷ പോപ്പുലിസം എന്ന് പലപ്പോഴും വിളിക്കുന്ന ഈ ഒരു പ്രത്യയ ശാസ്ത്രവും. നാലാമത്തേത് ആയിട്ട് വരുന്നതാണ് കാലാവസ്ഥാ പ്രതിസന്ധി. അത് പുതിയൊരു വൈരുദ്ധ്യമാണ് മുതലാളിത്തത്തിന് മുന്നിൽ. അനിയന്ത്രിതമായ മൂലധനത്തിന്റെ സഞ്ചയം, ക്യാപിറ്റൽ അക്യൂമുലേഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ അതിന് പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലനം എന്ന് പറയുന്നത് ആ ലാഭത്തിന്റെ ആ ഒരു ഓട്ടത്തിന് അതൊരു പ്രശ്നമേ അല്ല. ലാഭത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് പ്രകൃതിക്ക് മേലുള്ള ഒരു ആക്രമണമായി മാറുമ്പോഴാണ് നമുക്ക് മുൻപിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന ആ പ്രശ്നം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയത് ആരാണ്? ഇന്ത്യയാണോ? പാകിസ്ഥാനാണോ? ബംഗ്ലാദേശാണോ? അല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളാണോ? അല്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണോ? അല്ല. പാശ്ചാത്യ വ്യാവസായിക സാമ്രാജ്യത്വ ശക്തികളാണ് കഴിഞ്ഞ 150 വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ കാർബൺ ബഹിർഗമനം നടത്തി അന്തരീക്ഷത്തെ ഇത്രയും മലീമസമാക്കി മാറ്റിയത്. അപ്പൊ അതിനുള്ള പരിഹാരം കാണേണ്ടതാരാ? 1850 മുതൽ 1920 വരെയുള്ള ഏകദേശം 170 വർഷക്കാലം എല്ലാവരും അന്തരീക്ഷത്തിലേക്ക് എത്ര കാർബൺ ബഹിർഗമിപ്പിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ബഹിർഗമിപ്പിച്ചത് വെറും 4% മാത്രമാണ്. 4% കാർബൺ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഭൂട്ടാനും ശ്രീലങ്കയും എല്ലാം കൂടി ബഹിർഗമിപ്പിച്ചത്. പക്ഷെ അവർ പറയുന്നത് എന്താ? നിങ്ങൾ കാർബൺ ബഹിർഗമനം കുറയ്ക്കൂ എന്ന് അവർ നമ്മളോട് പറയുന്നു. അവർക്ക് കുറയ്ക്കാൻ താല്പര്യമില്ല. അവരാണ് കുറയ്ക്കേണ്ടത് ബഹിർഗമനം. അവർക്ക് പക്ഷെ അത് കുറയ്ക്കാൻ താല്പര്യമില്ല. മറിച്ച് നിങ്ങൾ പശുവിന്റെ ചാണകവും പശുവിന്റെ മൂത്രവും അതുപോലെയുള്ള ചാരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃഷി നടത്തിക്കോളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം, നിങ്ങൾക്ക് അതാണ് പറ്റിയത്. ഞങ്ങൾ വ്യാവസായികമായിട്ടുള്ള പൗൾട്രി ഫാമുകളും വലിയ വലിയ കൃഷിയിടങ്ങളും നടത്തി ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നുകൊള്ളാം എന്ന് പറയുന്നിടത്താണ് പഴയ ഫിനാൻസ് മൂലധനത്തിന്റെ സാമ്രാജ്യത്വം ഇന്ന് ഒരു കാർബൺ സാമ്രാജ്യത്വം എന്ന പുതിയ രൂപത്തിലേക്ക് കൂടി പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ പക്കലുള്ളത് ഒരു ഫിനാൻസ് മൂലധനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, ചൂതാട്ടത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമ്രാജ്യത്വം മാത്രമല്ല, അതിനൊപ്പം ഉയർന്നു വന്നിട്ടുള്ള, അതിനൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കാർബൺ ഇമ്പീരിയലിസം, കാർബൺ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി കൂടി, പ്രതിഭാസം കൂടി നമ്മൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ പലവിധമായിട്ടുള്ള ടെക്നോളജിയുടെ വലിയ വളർച്ച ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ ആ ടെക്നോളജി തന്നെ ഉണ്ടാക്കുന്ന തൊഴിലില്ലായ്മ മറുവശത്ത് നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ മേഖലകൾ വളർന്നു വരുന്നതോടുകൂടി ഇപ്പോൾ തൊഴിലുകളുടെ ആവശ്യം വലിയ രൂപത്തിൽ ആ മേഖലകളിൽ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ തൊഴിലില്ലായ്മ വളർന്നു വരുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാകുമോ എന്ന പഴയ ആ ചോദ്യം, വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് ചോദിക്കപ്പെട്ട ആ ചോദ്യം ഇന്നും നമുക്ക് ഒരിക്കൽ കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡിമാൻഡ് ഇല്ലായ്മ താങ്ങാൻ മുതലാളിത്തത്തിന് കഴിയുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനിയുമുണ്ട് അങ്ങോട്ട്. ഡേറ്റ, കണക്കുകൾ, ഈ സ്ഥിതിവിവര കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ എന്ന് പറയുന്നത് ഇന്ന് പരിപൂർണമായി കമ്പോളവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ട്വിറ്റർ, ഇതുപോലെയുള്ള മുഴുവൻ സോഷ്യൽ മീഡിയ ഉപകരണങ്ങളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും വലിയ രൂപത്തിലുള്ള ചരക്കുവൽക്കരണം ഇന്ന് നടന്നു കഴിഞ്ഞു. പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇന്ന് നാട്ടിൽ കിട്ടുന്ന, വിലയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന ഒരു ചരക്കായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ആർക്കും കാശ് കൊടുത്താൽ മേടിക്കാം നമ്മുടെയൊക്കെ പ്രൈവറ്റ് ഇൻഫർമേഷൻ. ആരുടെയും സ്വകാര്യത ഒരു പ്രശ്നമല്ല ലാഭത്തിന്റെ ഈ കുതിച്ചുപോക്കിനിടയിൽ. അത് വരുമ്പോൾ പുതിയ വൈരുദ്ധ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നുണ്ട്. സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ള
മൂവ്മെന്റുകൾ പല രാജ്യങ്ങളിലും വളർന്നു വരുന്നു. പക്ഷേ ലാഭത്തിന് വേണ്ടി പായുന്ന മുതലാളിത്തത്തിന്റെ കമ്പനികൾ ഇപ്പോഴും ഇതിന്റെ ചരക്കുവൽക്കരണത്തിനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി ഈ വ്യവസ്ഥിതിക്കുള്ളിൽ നിൽക്കുന്നു, വളർന്നു വരുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പലതരം വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് ലോക മുതലാളിത്തം, ലോക സാമ്രാജ്യത്വം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ബദൽ പരീക്ഷണങ്ങളെക്കുറിച്ചും ബദൽ സാധ്യതകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ചയ്ക്കുള്ളിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ സാധ്യതയുടെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ലോകത്തു നിന്ന് മാറി നിൽക്കുന്ന, അവയ്ക്ക് പുറത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് രൂപം കൊടുത്തിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങൾ 2009 ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് ബ്രിക്സ്. ബ്രിക്സ് ഇന്ന് അവർക്ക് അവരുടേതായിട്ടൊരു കറൻസി രൂപപ്പെടുത്താൻ കഴിയുമോ എന്നുവരെ ചിന്തിക്കുന്ന ഒരു കൂട്ടമായി ബ്രിക്സ് ഇന്ന് വളർന്നിരിക്കുന്നു. ബ്രിക്സിൽ ഇന്ന് ഈ 5 രാജ്യങ്ങൾ മാത്രമല്ല, ഈജിപ്റ്റ് പോലെയുള്ള മറ്റ് പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇന്ന് ബ്രിക്സ് മാറിയിരിക്കുന്നു. അത് ലോക സാമ്രാജ്യത്വത്തിന് ഇന്നൊരു ഭീഷണിയായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും ഏകധ്രുവം എന്നറിയപ്പെട്ടിരുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരു മൾട്ടിപോളാർ, പല ധ്രുവങ്ങളിലുള്ള ഒരു ലോകങ്ങളായി മാറുന്നത് ലോക ജനാധിപത്യത്തിന് എപ്പോഴും ഭൂഷണം തന്നെയാണ്. അതിന് ബ്രിക്സ് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഏകധ്രുവ സാമ്രാജ്യത്വ ലോകത്തിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് ബ്രിക്സ് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇറാനെ ആക്രമിച്ചു ഇസ്രായേൽ, ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിഷേധിച്ചു. ഗാസയ്ക്ക് വേണ്ടി ബ്രിക്സ് രാജ്യങ്ങൾ സംസാരിക്കുന്നു, ഇറാന് വേണ്ടി സംസാരിക്കുന്നു, ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലോക ബാങ്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, ഒരു ബദലായിട്ട് ബ്രിക്സ് ബാങ്ക് രൂപവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇന്ന് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോളറൈസേഷൻ, ഡോളറിന് പകരമായി ഒരു ബ്രിക്സ് കറൻസി വേണം എന്നുള്ള ഒരു ചർച്ച ഇന്ന് ബ്രിക്സ് കൂട്ടത്തിനുള്ളിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം അസ്വസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ബ്രിക്സിനെ പരസ്യമായി ചീത്ത വിളിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കഴിഞ്ഞ മാസം നമ്മൾ കേട്ടതാണ്. ഡോളറിന് ബദലായി ആരെങ്കിലും മറ്റൊരു കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവനെ ഞാൻ ശരിപ്പെടുത്തും എന്നാണ് പരസ്യമായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചത്. സാമ്രാജ്യത്വത്തിന്റെ ഭീഭത്സമായ മുഖത്തിന്റെ മറ്റൊരു രൂപമാണ് അതുവഴി നമ്മൾ അന്ന് കണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ബദലിന്റെ ഒരു പരീക്ഷണമായി, അന്വേഷണമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് മാത്രമല്ല, പല രാജ്യങ്ങളിലും തുറന്ന വിപണികൾ, ലോകബാങ്കിന്റെ ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ തകർത്ത പല സമ്പദ്ഘടനകളിലും ഇന്ന് ആസൂത്രണം, പ്ലാനിംഗ്, ഭരണകൂടത്തിന്റെ ഇടപെടൽ, ഭരണകൂടത്തിന്റെ നിക്ഷേപം, ഭരണകൂടത്തിന്റെ ചെലവ് കൂട്ടൽ എന്നിവ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും അധികം നടക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ബൊളീവിയ, വെനിസുവേല, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ബൊളീവിയയിൽ CIA ഏറ്റവും കടുത്ത ഇടപെടലാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദശകങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ബൊളീവിയയിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലിത്തിയം എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഖനികൾ ഏറ്റവും കൂടുതലുള്ളത് ബൊളീവിയയിലാണ്. എന്തിനാണ് ലിത്തിയം ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് വെഹിക്കിളുകളിലെ ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്നതിന് ലിത്തിയം അത്യന്താപേക്ഷിതമാണ്. അത് ബൊളീവിയയിലേ ഉള്ളൂ. അപ്പൊ ബൊളീവിയയിൽ ഒരു വലതുപക്ഷ ഭരണകൂടം നിലനിൽക്കണം എന്നുള്ളത് സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമായിരുന്നു എപ്പോഴും. കാരണം ചുളുവിലയ്ക്ക് അവർ ലിത്തിയം അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഇവോ മൊറാലസ് ബൊളീവിയയിൽ അധികാരത്തിൽ വന്നത്. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഈ ലിത്തിയം ഖനികളൊക്കെ ഞാൻ ദേശസാൽക്കരിക്കുകയാണ്. ഇനി
ആർക്കും ചുളിവിൽ കിട്ടില്ല, കാശ് തന്ന് മേടിച്ചോളൂ, പക്ഷേ ചുളിവിൽ കിട്ടില്ല. അന്ന് തുടങ്ങിയതാണ് ബൊളീവിയക്കെതിരെയുള്ള CIA ഉപചാപങ്ങൾ, അട്ടിമറി ശ്രമങ്ങൾ. പലതവണയായി നടന്നു, പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. ഏറ്റവും അവസാനത്തെ അട്ടിമറി ശ്രമം നടന്നതിന് ശേഷം ട്രംപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എത്രയോ കാലം പ്രവർത്തിച്ച ഇലോൺ മസ്ക്, ടെസ്ലയുടെ ഉടമസ്ഥനായ ഇലോൺ മസ്ക് പറഞ്ഞു, ഈ അട്ടിമറി ശ്രമം നടത്തിയത് ഞങ്ങൾ തന്നെയാണ്, ഇനിയും നടത്തും, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. എന്തൊരു ധൈര്യമാണെന്ന് നോക്കൂ. ഇനിയും ഞങ്ങൾ നടത്തും അട്ടിമറി, കാരണം അവിടുത്തെ ലിത്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയാണ് അവർ. അതുപോലെ തന്നെ വെനിസ്വേലയിലെ എണ്ണ, അതിനുവേണ്ടി അവിടുത്തെ ഉപജാപങ്ങൾ. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെ ഭരണകൂടത്തിന്റെ തിരിച്ചുവരവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഖനികളിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് അവർ പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ റവന്യൂ അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളുടെ, അവിടുത്തെ അബോറിജിനൽ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ചെലവഴിക്കാൻ ശ്രമിക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുന്നു, മെച്ചപ്പെട്ട പോഷണത്തിന് വേണ്ടി, മെച്ചപ്പെട്ട ഭക്ഷ്യ സുരക്ഷിതത്തിന് വേണ്ടി അവർ ചെലവഴിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഭരണകൂട രാഷ്ട്രീയം, മാർക്സിസ്റ്റ് എന്ന അല്ലെങ്കിലും ഒരു ഇടതുപക്ഷ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു ഭരണകൂട രാഷ്ട്രീയം അവിടങ്ങളിൽ ഈ സാമ്രാജ്യത്വത്തിന് എതിരായി ബദലായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷണശാലയായി ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണ്? പല സ്ഥലങ്ങളിലായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല പരീക്ഷണങ്ങൾ, സഹകരണത്തിന്റെ വിവിധ മാതൃകകൾ, സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിവിധ മാതൃകകൾ, അത് ഇന്ന് ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നു. വർക്കേഴ്സ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സങ്കല്പമായി എല്ലാ രാജ്യങ്ങളിലും വളർന്നു വരുന്നു. മുതലാളിത്തത്തിന്റെ ലാഭത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കമ്പനികൾക്ക് ബദലായി തൊഴിലാളികൾ രൂപം കൊടുത്ത, തൊഴിലാളികൾ നടത്തുന്ന, ലാഭം വീതിച്ച് തൊഴിലാളികൾ എടുക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ വായ്പാ പ്രസ്ഥാനങ്ങൾ, സഹകരണ ഉൽപാദനശാലകൾ ഇന്ന് ലോകത്തിന്റെ വികസ്വര രാജ്യങ്ങളിൽ പലയിടത്തുമായി ഇന്ന് വളർന്നു വരുന്നു. അത് മറ്റൊരു പരീക്ഷണമാണ്. സ്പെയിൻ എന്ന് പറയുന്ന മുതലാളിത്ത രാജ്യത്തിനുള്ളിലെ ഒരു ചെറിയ നഗരമാണ് മോൺട്രഗോൺ. മോൺട്രഗോണിനുള്ളിലെ പരീക്ഷണശാലയാണ്, അത് സഹകരണ മാതൃകകളുടെ ഒരു പരീക്ഷണശാലയാണ് ഇന്ന് മോൺട്രഗോൺ. നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സകലമാന പരിപാടികൾക്ക് മോൺട്രഗോണിന്റെ പ്രതിനിധികൾ വരാറുണ്ട്. കുഞ്ഞുകണ്ണച്ചാവന് അറിയുന്നതാവും. അത് സോഷ്യലിസമാണോ? അല്ല. പക്ഷെ മുതലാളിത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ സ്ഥിതി കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്താൻ, മൂലധനത്തിന്റെ ശക്തികൾക്ക് ഒരു 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 എതിരായി നിൽക്കാൻ അവർ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും ഒരു പുതിയ പരീക്ഷണത്തിന്റെ ശാലയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പലയിടത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും പ്രധാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ ആം ബിക്കോസ് വി ആർ. ഞാൻ എന്ന സങ്കല്പം നിലനിൽക്കുന്നത്, നമ്മൾ എന്ന സങ്കല്പം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഈ പരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രിൻസിപ്പിളായി അവർ കാണുന്നത്. അപ്പോൾ വിവിധ രൂപത്തിലുള്ള സഹകരണ മാതൃകയിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ഉൽപാദന മേഖലയിൽ, വായ്പാ മേഖലയിൽ, സർവീസ് മേഖലയിലൊക്കെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിൽ. അതെല്ലാം ബദലുകളുടെ പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. ഡിജിറ്റൽ കോമൺസ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഡിജിറ്റൽ സർവീസുകൾ, ഡിജിറ്റൽ പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവയൊക്കെ പൊതുമേഖലയിൽ നിലനിൽക്കണം. അങ്ങനെ വേണം നമ്മൾ K-Phone പോലെയുള്ള കേരള സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ്സിനെ നമ്മൾ കാണാൻ. ഈ ഡിജിറ്റൽ കോമൺസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ വേണം, ആ ഒരു കുടക്കീഴിൽ വേണം നമ്മൾ K-Phone പോലെയുള്ള സങ്കല്പങ്ങളെ നമ്മൾ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ. അതുപോലെ ഓപ്പൺ സോഴ്സ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച്, അതിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരീക്ഷണ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പേറ്റന്റുകളാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്ന, അതിന് റോയൽറ്റി കൊടുത്താൽ മാത്രമേ ആ പരീക്ഷണ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ കുത്തകകളാൽ ഉൽപ്പാദിപ്പിച്ച് കുത്തകകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ന് അറിവിന്റെ ഗുണങ്ങൾ എത്തി നിൽക്കുന്നു, കമ്പോളവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്നു, ചരക്കുവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്നു. അതിനെതിരായി ഇന്ന് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഓപ്പൺ സോഴ്സ് റിസർച്ച്, ഓപ്പൺ റിസർച്ച്. എല്ലാവരും നടത്തുന്ന എല്ലാ പരീക്ഷണത്തിന്റെയും ഫലങ്ങൾ എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ
ട്രാൻസ്പെറൻ്റ് ആയി ഒരു വെബ്സൈറ്റിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കും. ആർക്കും അത് ഉപയോഗിക്കാം എന്ന രൂപത്തിലേക്കുള്ള പുതിയ പരീക്ഷണങ്ങൾ നടന്നു വരുന്നു. അവയും ഇതുപോലെയുള്ള വളരെ രസകരമായിട്ടുള്ള, വളരെ അതിശയിപ്പിക്കുന്ന പരീക്ഷണങ്ങളായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെയുള്ള ഓല, ഊബർ തുടങ്ങിയിട്ടുള്ള കുത്തക കമ്പനികളുടെ പക്കലുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ആ തൊഴിലാളികൾ തന്നെ നടത്തട്ടെ. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടതാണ് കേരള സവാരി എന്ന ആപ്പ് എന്ന് പറയുന്നത് ആ ഒരു സങ്കല്പത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കുത്തകകൾക്കെതിരെ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ നേതൃത്വം നൽകുന്ന ഒരു ഊബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓല എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ വരട്ടെ എന്ന ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സവാരി എന്ന് പറയുന്ന ആപ്പ് രൂപം കൊടുക്കാൻ കേരള സർക്കാർ ശ്രമിച്ചത്. അങ്ങനെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ലോക മുതലാളിത്ത പ്രതിസന്ധിക്ക് ബദലായി, ലോക മുതലാളിത്തം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് ബദലായി വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവയെല്ലാം നാളെ സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നൊരു പ്രതീക്ഷയൊന്നും നമുക്കില്ല. പക്ഷേ അവയെല്ലാം മുതലാളിത്തത്തിന് ശേഷം ഒരു വ്യവസ്ഥയുണ്ട്, മുതലാളിത്താനന്തര ഒരു വ്യവസ്ഥ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങൾക്ക് ആ ഒരു വ്യവസ്ഥിതിയിലേക്ക് നടന്നു പോകാനുള്ള ഒരു ആവേശം പകരാൻ, ധൈര്യം പകരാൻ, കോൺഫിഡൻസ് പകരാൻ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ വലിയ രൂപത്തിൽ സാധിക്കുന്നുണ്ട്. അത് മുതലാളിത്തത്തെ, സാമ്രാജ്യത്വത്തെ, വലതുപക്ഷ ശക്തികളെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോകമെമ്പാടും, കേരളത്തിൽ, ബംഗാളിൽ, ത്രിപുരയിൽ, ഇന്ത്യയിൽ ഒക്കെ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ഈ നിശിതമായ ആക്രമണം എന്ന് പറയുന്നത് ഈ ബദലുകളുടെ സാധ്യതകളെ, ഈ ബദലുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചർച്ചകളെയും അവസാനിപ്പിക്കുക, അടച്ചുപൂട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് സാമ്രാജ്യത്വം ഇടതുപക്ഷത്തെ തകർക്കുക എന്ന അജണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പൊതുവിലുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രാധാന്യം ഉയർന്നു വരുന്നത്. കേരളം എന്ന് പറയുന്ന ചെറിയ സമ്പദ്ഘടനയെ തകർക്കാൻ എന്തൊക്കെ ഗൂഢാലോചനകളാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിന്റെ സമ്പദ് വ്യവസ്ഥയെ പിഴിഞ്ഞ്, പൈസ കൊടുക്കാതെ, ടാക്സ് കൊടുക്കാതെ എങ്ങനെ കേരള സമ്പദ്ഘടനയെ പിഴിഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷത്തെ എങ്ങനെ നിഷ്പ്രഭമാക്കാം, ദുർബലമാക്കാം എന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ശക്തമായ സഹകരണ പ്രസ്ഥാനം ഇവിടെ ഒരു ബദലായി നിലനിൽക്കുന്നു. അതിനെ തകർക്കാനായിട്ട് കുത്തകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഇറക്കി പുതിയ പരീക്ഷണങ്ങൾ നടത്താമോ എന്ന് അമിത്ഷാ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ? സാമ്രാജ്യത്വത്തിന്റെ കയ്യിലെ ചട്ടുകങ്ങളാണിവർ. സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി, മുതലാളിത്തത്തിന്റെ കുത്തകകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിണിയാളുകളാണിവർ. ആ ശക്തികൾക്കെതിരെയാണ് കേരളത്തിൽ നമുക്കിന്ന് ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. സഖാവ് EMSന്റെ സ്മരണ, അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഓർമ്മകൾ, അത് പകർന്നു തരുന്ന ഊർജം എന്ന് പറയുന്നത് ഈ ചെറുത്തുനിൽപ്പിന് നമുക്ക് സഹായകരമാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നും EMSന്റെ ഏതൊരു എഴുത്ത് നമ്മൾ തിരിഞ്ഞുപോയി വായിച്ചാലും അതിന് ഇന്നും ഒരു പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അന്ന് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ പലപ്പോഴും പിന്നീട് സത്യമായി ഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പകർന്നു തന്ന ആ വഴി ശരിയായ വഴിയായിരുന്നു എന്ന് നമുക്കിന്ന് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പിന് സഖാവ് EMSനെ പോലെയുള്ള ചിന്തകരുടെ, നേതാക്കളുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ ഊർജം പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. അടുത്തതായി സഖാവ് KT കുഞ്ഞിക്കണ്ണൻ സഖാവ് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷ, സഖാവ് PKC അനിപ്പ, ഈ സെഷനിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച പ്രിയങ്കരനായ രാംകുമാർ, പ്രിയപ്പെട്ട സഖാക്കളെ, ലോക സാമ്പത്തിക പ്രതിസന്ധിയെ ബദലുകളെയും സംബന്ധിച്ച ഒരു സംവാദം EMSനെ പോലെ മഹാനായ ഒരു മാർക്സിസ്റ്റിൻ്റെ അനുസരണമായി നടക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ഈ രംഗത്തെ ഇടപെടലുകൾ വളരെ പ്രധാനമാണ്.
ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന പേരിൽ തയ്യാറാക്കിയിട്ടുള്ള EMSൻ്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട്. ഇവിടെ ചിന്തയുടെ ബുക്ക് സ്റ്റാൾ ഉണ്ടാകും. ആ പുസ്തകത്തിൽ സഖാവ് EMS എൻ്റെ തലമുറ, ഞാൻ ഉൾപ്പെടെയുള്ള ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരു തലമുറ എങ്ങനെയാണ് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ആകർഷിക്കപ്പെട്ടത് എന്ന് 1930കളിലെ മുതലാളിത്തത്തിൻ്റെ മഹത്തായ മാന്ദ്യം, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രതിസന്ധിയുടെ ഒരു ചരിത്ര കാലഘട്ടത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന കമ്മ്യൂണിസവും സോഷ്യലിസവുമായി, പ്രത്യേകിച്ച് സോവിയറ്റ് വ്യവസ്ഥയുമായി ഒരർത്ഥത്തിലും സൈദ്ധാന്തികമായി ആശയപരമായി സഹകരിക്കാതിരുന്ന H.G. വെൽസിനെ പോലുള്ള, നമ്മുടെ നെഹ്റുവിനെ പോലുള്ള ധിഷണാശാലികളായ ലോക നേതാക്കൾ എങ്ങനെയാണ് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ആകർഷിക്കപ്പെട്ടത് എന്ന കാര്യം EMS വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. മുതലാളിത്തത്തിൻ്റെ കുപ്രസിദ്ധമായ ഒരു പ്രതിസന്ധി, അതാണ് 30കളിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിയുടെ ആഘാതം എന്ന് പറയുന്നത് മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഈ മലബാർ ഉൾപ്പെടുന്ന മദ്രാസി പ്രസിഡൻസി ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ എല്ലാ കോളനി രാജ്യങ്ങളിലും, സാമ്രാജ്യത്വത്തിന്റെ എല്ലാ കോളനി രാജ്യങ്ങളിലും 30കളിലെ മുതലാളിത്ത പ്രതിസന്ധി പട്ടിണിയും ക്ഷാമവുമാണ് സൃഷ്ടിച്ചത്. ലക്ഷോപലക്ഷം മനുഷ്യരാണ്. ആലപ്പുഴയിലെയും ചേർത്തല താലൂക്കിലെയും ഒക്കെ തന്നെ 10,000-കണക്കിന് മനുഷ്യരാണ് അതിസാരം ബാധിച്ച് ശരീരത്തിനാവശ്യമായ ഗ്ലൂക്കോസ് അന്നജം ലഭിക്കാതെ കൂട്ടത്തോടെ മരണപ്പെട്ടു പോയത്. ലോകമെമ്പാടും പട്ടിണിയും ഭക്ഷ്യക്ഷാമവും മനുഷ്യരാശിയെ വേട്ടയാടുകയായിരുന്നു. നമ്മുടെ ദേശീയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആ സാഹചര്യത്തെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. ലോകമാകെ പട്ടിണിയിലും ക്ഷാമത്തിലേക്കും. ടാഗോർ ജീവിക്കുന്നത് ബംഗാളിലാണ്. കിഴക്കൻ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും നിഷ്ഠൂരമായ ക്ഷാമത്തിന്റെയും പട്ടിണിയുടെ അവസ്ഥയുണ്ടായത്. കിഴക്കൻ ബംഗാളിൽ ആ പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് വിശ്വപ്രശസ്തനായ നമ്മുടെ അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡെവലപ്ഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ വികസിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഇടപെടലില്ലാതെ, ഭരണകൂട ഇടപെടലില്ലാതെ, ജനങ്ങൾക്ക് ആഹാരം കിട്ടാതെ ജനങ്ങൾ മരിച്ചു പോകുന്ന നിർദ്ധയമായ സോഷ്യൽ ഡാർവിനിസത്തിന്റെ ഭീകരതയായിരുന്നു 30കളിലെ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയുടെ നാളുകളിൽ ലോകമാകെ പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കൊക്കെ പോയപ്പോൾ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഭക്ഷണമില്ലായ്മയും ഒക്കെ മനുഷ്യരാശിയെ ഭീകരമായി വേട്ടയാടിയ ആ ലോക സാഹചര്യത്തിൽ ഈ ഭൂപടത്തിൽ ഒരു രാജ്യം മാത്രം, സ്റ്റാലിൻ ഭരിച്ചിരുന്ന സോവിയറ്റ് യൂണിയനിൽ മാത്രം, ജനങ്ങൾ മാത്രമല്ല, ഒരു പട്ടിക്കുട്ടി പോലും ഒരു കഷ്ണം ബ്രെഡ് ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കേണ്ട അവസ്ഥയുണ്ടാവാത്ത ഏക രാജ്യം. തൊഴിലില്ലായ്മ, വരുമാനക്കുറവ്, അതുമൂലമുണ്ടാകുന്ന വാങ്ങൽ ശേഷിയുടെ കുറവ്, ഇതൊന്നുമില്ലാതിരുന്ന ഈ ഭൂമുഖത്തെ ഏക രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പഴയ ലോകത്തെ റമനോവ് രാജവംശത്തിന് കീഴിൽ, സാർ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ യൂറോപ്പിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമായിരുന്നു. സ്ലാവ് പുണ്യ പുരാണ മഹിമയിൽ അധിഷ്ഠിതമായ ഭൂരിപക്ഷ വംശീയതയുടെ അതുമായി ചേർന്ന മൂലധന ശക്തികളും സാർ ഭരണകൂടവും സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ച ആ രാജ്യമാണ് 1930കളില് ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥക്കകത്ത് മുതലാളിത്തത്തിന്റെ ഈ പ്രതിസന്ധിയുടെ ആഘാതങ്ങളൊന്നും ഏൽക്കാതെ നിലനിന്നു. അതാണ് ലോകമെമ്പാടുമുള്ള
ഞാൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സൃഷ്ടിച്ചത്, കമ്മ്യൂണിസത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത് ഈ ഒരു സാഹചര്യമാണ്. എന്താണ് സോഷ്യലിസത്തിന്റെ മികവ്? ഇവിടെ രാംകുമാർ വളരെ വിശദമായി സംസാരിച്ചു. മുതലാളിത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിരന്തരമായ ആവർത്തിക്കപ്പെടുന്ന ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് തന്നെ, സിസ്റ്റമാറ്റിക്കായി തന്നെ പ്രതിസന്ധി നിർഭരമായ ഒരു വ്യവസ്ഥയാണ്. എന്താണ് മുതലാളിത്തത്തിനകത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം? മുതലാളിത്തത്തിനകത്ത് ഉൽപാദനമൊക്കെ സാമൂഹ്യമായിട്ടാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഉൽപാദനത്തെ അത്യന്തം സാമൂഹ്യവൽക്കരിച്ച, ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഒന്നിച്ച് പണിയെടുത്ത് ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബൃഹത്തായ ഒരു വ്യവസ്ഥയാണ് മുതലാളിത്തം. ഉൽപാദനം സാമൂഹികമായി നടക്കുമ്പോഴും അതിൻ്റെ ഉടമസ്ഥത അങ്ങേയറ്റം സ്വകാര്യമാണ്, വ്യക്തിഗതമാണ്. ഇന്നത്തെ ഒരു ലോക വ്യവസ്ഥയെ, ലോകത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിഗതികളെ പരിശോധിക്കുമ്പോൾ ഈ നിയോലിബറലിസം എവിടെയാണ് ലോകത്തെ എത്തിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെ 95% വരുന്ന ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ അത്ര സമ്പത്ത് 1% വരുന്ന അതിസമ്പന്നർക്കുണ്ട്. 700 ചില്ലാനം കോടി ജനങ്ങളുണ്ട് അല്ലേ? 790 കോടിയോളം ജനങ്ങളുണ്ട് ഈ ഭൂമുഖത്ത്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായിട്ട്. ഈ 790 കോടിയോളം വരുന്ന ജനങ്ങളിൽ 1% വരുന്ന ആളുകളുടെ കയ്യിലാണ് ഈ ലോകത്തെ വിഭവങ്ങളുടെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും അവർ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ്. വെൽത്ത് ആൻഡ് അൾട്രാ വെൽത്ത് റിപ്പോർട്ട് പോലുള്ള ഇന്റർനാഷണൽ തലത്തിൽ സമ്പത്തിനെയും സമ്പത്തിന്റെ സവിശേഷമായ കൈയടക്കലിനെയും സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങൾ ഈ സമീപകാലത്ത് പുറത്തു വരികയുണ്ടായി. ഈ പഠനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സമ്പത്ത് അതിവേഗം ഒരു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സമ്പത്തുൽപാദനത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ചൂതാട്ടത്തിന്റെ, കാസിനോ ക്യാപിറ്റലിസം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ചൂതാട്ടത്തിന്റെ മണ്ഡലത്തിലേക്ക് മുതലാളിത്തം മാറിയിരിക്കുന്നു. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്റ്റീവ് അല്ലാതെ പണമുണ്ടാക്കാമെന്നാണ് മുതലാളിത്തം പഠിച്ചിരിക്കുന്നത്. എല്ലാം വിൽക്കുക, സെല്ലൗട്ടുകളാണ്, വാങ്ങിക്കൂട്ടലുകളാണ്, ബൈഔട്ടുകളാണ്, ടേക്ക് ഓവറുകളാണ്, മർജറുകളാണ്. നമ്മുടെ ബാങ്കിങ് രംഗത്തൊക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപകാലത്ത് സംഭവിച്ചെന്താണ്? വൻകിട ബാങ്കുകളെല്ലാം ജയിച്ച് വലിയ ബാങ്കുകളാകുക. അങ്ങനെ വലിയ ബാങ്കുകളാകുമ്പോൾ എന്താണ് അത്? വൻകിട കോർപ്പറേറ്റുകൾ, ഈ രംഗത്തെ ഫൈനാൻസ് ഭീമന്മാർ ടേക്ക് ഓവർ ചെയ്യും, ഏറ്റെടുക്കും. ടേക്ക് ഓവറുകളുടെ, സെല്ലൗട്ടുകളുടെ, ബൈഔട്ടുകളുടെ ഒരു പ്രവർത്തനമാണ് ഈ നിയോലിബറലിസത്തിന് കീഴിൽ മുതലാളിത്തം സാമ്പത്തിക രംഗത്ത് നടത്തുന്നത്. സമ്പദ് രംഗത്ത് പണം മുടക്കി ചരക്കുണ്ടാക്കി ആ ചരക്ക് വിറ്റ് പണമാക്കുക, അതുവഴി തങ്ങളുടെ മൂലധന സമാഹരണം നടത്തുക എന്ന പരമ്പരാഗതമായ ഒരു രീതിയിൽ നിന്ന് മുതലാളിത്തം പിന്മാറുകയാണ്. പണം മുടക്കി ചരക്കുണ്ടാക്കി ചരക്ക് പണമാക്കുക. ഈ ചരക്ക് പണമാക്കലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ റിയലൈസേഷൻ പ്രശ്നം എന്ന് പറയും. രാംകുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഈ രംഗത്ത് ഒരു വിദഗ്ധനാണ്. ഈ റിയലൈസേഷൻ പ്രോബ്ലമാണ് മുതലാളിത്തത്തിന്റെ പ്രശ്നം. 2007 അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട ഭവന പ്രതിസന്ധി, നമ്മൾ അതിനെ ഭവന പ്രതിസന്ധി എന്നാണ് വിളിക്കുന്നത്. ഈ ഭവന പ്രതിസന്ധിയുടെ കാരണം എന്താണ്? അമേരിക്കയിലെ മുതലാളിമാർ ചിന്തിച്ചത് അമേരിക്കയിൽ ഇഷ്ടം പോലെ കമ്പ്യൂട്ടറുണ്ട്, മൈക്രോസോഫ്റ്റ്, IBM, ഇന്റർനാഷണൽ ബിസിനസ് മിഷനൊക്കെ ഏറ്റവും ന്യൂജനായ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കും. കാറുകളുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കുത്തക അമേരിക്കയിൽ. അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. അമേരിക്കയിൽ കാറുകളുടെ നഗരവും ഇല്ലാതാവുകയാണ്. ഇപ്പോ സിലിക്കൻ വാലി പോലെയുള്ള സോഫ്റ്റ്വെയറിന്റെ, IT-യുടെ ഒരു സാന്ദ്രീകൃത നഗരം. ആ സിലിക്കൻ വാലിയിലെ ടെക്കുകളെ നിരന്തരമായിട്ട് ഇന്ത്യക്കാർക്കൊന്നും പണി കൊടുക്കരുത് എന്ന് ഈ ട്രംപ് താക്കീത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് IT രംഗത്തും അമേരിക്ക പിറകോട്ട് പോവുകയാണ്, തകർച്ചയെ നേരിടുകയാണ്. അതിനൊക്കെ കാരണം മറ്റു പലതുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തകകളെല്ലാം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചരക്കുണ്ടാക്കിയാൽ അത് വിറ്റ് പണമാക്കാൻ പറ്റുന്നില്ല. റിയലൈസേഷൻ പ്രോബ്ലമാണ്. അമേരിക്കയിൽ ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയില്ലേ, വില്ലകൾ ഉണ്ടാക്കിയില്ലേ,
വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഉണ്ടായില്ലേ? അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിൽ അതിന്റെ വളർച്ചയുടെ നെടുനായകത്വം വഹിച്ച നിരവധി ബാങ്കുകൾ, ആ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ടാണ്, വായ്പ എടുത്തിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വലിയ ഫ്ലാറ്റുകളും വില്ലകളും ഉണ്ടാക്കിയത്. പക്ഷെ നിർമ്മാണം പൂർത്തിയാക്കി റെഡി ഫോർ സെയിൽ എന്ന് പറഞ്ഞപ്പോൾ ആരും വാങ്ങാൻ വന്നില്ല. ചരക്ക് നിർമ്മിച്ചാൽ ഇന്നത്തെ ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, റോബോട്ടുകളുടെ, എഐകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ മുതലാളിത്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചാലും ചരക്ക് ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിച്ചാലും ആ ചരക്ക് വാങ്ങാൻ ആള് വേണ്ടേ? വാങ്ങാൻ ആള് വേണമെങ്കിൽ അവർക്ക് തൊഴിൽ വേണം, വരുമാനം വേണം. ഇന്നത്തെ മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഇതാണ്. ഇതിന് കാരണം മാർക്സ് മൂലധനത്തിൽ വളരെ വിശദമായി വിശകലനം ചെയ്തിട്ടുള്ള മുതലാളിത്തത്തിൽ തന്നെ ഇൻഹറന്റ് ആയിരിക്കുന്ന, അതിൽ തന്നെ അന്തർഹിതമായിരിക്കുന്ന സാമൂഹ്യമായ അധ്വാനവും വ്യക്തിഗതമായ ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. മാർക്സ് സാമൂഹ്യ ഉൽപാദനത്തിൻ്റെതായ മുതലാളിത്തം സൃഷ്ടിച്ച ഒരു പുതിയ സാമൂഹ്യ സാഹചര്യമാണ് മനുഷ്യവംശത്തിന് സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. സാമൂഹ്യ ഉൽപാദനത്തിന്റെ ഒരു സാഹചര്യത്തെ, ഒരവസരത്തെയാണ് മാർക്സ് ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്ക് മനുഷ്യവംശത്തിന് പ്രവേശിക്കാൻ കഴിയും എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചത്. ശാസ്ത്രീയ സോഷ്യലിസത്തെ കുറിച്ച് മാർക്സ് വളരെ വിശദമായ രീതിയിൽ എഴുതിയത്. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മുതലാളിത്തത്തിന് കീഴിലെ ഈ സാമൂഹ്യ ഉൽപാദനവും വ്യക്തിഗത ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം അതിതീഷ്ണമായിരിക്കുന്നു. അത് മുതലാളിത്തത്തിന് പരിഹരിക്കാനാവില്ല. ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം എന്ന പോലെ ഉടമസ്ഥതയുടെയും സാമൂഹ്യവൽക്കരണം അനിവാര്യം. ഈ ഉടമസ്ഥതയുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് നമ്മൾ മുതലാളിത്തത്തിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയായിട്ട് കാണുന്നത്. ഇന്ന് ലോകത്ത് 5 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ട്. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം, ചുരുങ്ങിയത് 150 കോടി ആളുകളെങ്കിലും എന്താണ്, സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥക്ക് കീഴിലാണ്. ഈ സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ, അമേരിക്കയിലും യൂറോപ്പിലെ, പശ്ചിമ യൂറോപ്പിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെയും സമ്പദ്ഘടനകൾ നേരിടുന്നത് പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മുടെ രാജ്യത്തെ ലിബറൽ ബുദ്ധിജീവികളും കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് അവിടെ ഇരുമ്പ് മറയാണ്, അവിടുന്ന് വിവരങ്ങളൊന്നും പുറത്തു വരാത്ത. എന്താണ് വാസ്തവം? വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സമൂഹമായി ഇന്ന് ചൈന മാറിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ചൈനയിൽ ഈ ഒരു വർഷത്തിനകത്ത് 36 ആളുകൾ പോയിട്ടുണ്ട് ചൈനയിൽ. ഞാനൊക്കെ ചൈനയെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ചൈന കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിന് ചുറ്റിൽ നിന്നും എന്താണ് വിവിധ ടൂർ പാക്കേജുകളിലായിട്ട് 36 പേര് ചൈന സന്ദർശിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ. ചൈന പോയ ആളുകൾ കാണുകയും ഷാങ്ഹായ് തൊട്ട് മഹത്തായ കുതിച്ചുചാട്ടത്തിന്റെ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിന്റെ 50കളിൽ മഹാനായ മാവോയുടെയും ലീവ് ഷാവോജിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ മഹത്തായ കുതിച്ചുചാട്ടം ഗ്രേറ്റ് ആരംഭിച്ച ഷാങ്ഹായ് പട്ടണം ചൈനയുടെ വ്യവസായ വൽക്കരണത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഷാങ്ഹായ്. ആ ഷാങ്ഹായ് തൊട്ട് യനാൻ വരെയുള്ള വളരെ കാർഷിക പ്രധാനമായ നാട്ടിൻ പ്രദേശമായിരിക്കുന്ന യനാൻ വരെയുള്ള മേഖലകൾ സന്ദർശിച്ച ആളുകൾക്ക്, ഇന്ത്യയിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക് ചൈനയിൽ പോകുമ്പോഴാണ് സോഷ്യലിസത്തിന്റെ മഹത്വം. ഒരു സ്ഥിതിസമത്വാധിഷ്ഠിതമായ സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതം തൊട്ട് അവരുടെ ഭാവി വരെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, ഭരണ നടപടികൾ നടത്തുന്നത്, അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള വ്യവസ്ഥകൾ, ഇതെല്ലാം തന്നെ എന്താണ് ഇന്ന് ലോകത്തിനാകെ മാതൃകയാവുന്ന രീതിയിൽ ചൈന നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മളെല്ലാം പറഞ്ഞിരുന്നത് എന്താണ്, ചൈന എന്താണ് ദാരിദ്ര്യമൊക്കെ ഉള്ളൊരു രാജ്യമാണെങ്കിലും പരമാവധി ജനങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു പോകുന്നുണ്ട്. അവർ സയൻസിന്റെ, ടെക്നോളജിയുടെ, അതേപോലെ തന്നെ പ്രതിരോധത്തിന്റെ, സൈനിക രംഗത്ത് ഇതിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ട്രംപ് ഇങ്ങനെ വിഭ്രാന്തനായിട്ട് നടക്കുന്ന എന്താണ്, അമേരിക്കയുടെ ഹെജിമണി എല്ലാ രംഗത്തും. ഇവിടെ രാംകുമാർ പറഞ്ഞില്ലേ, ഡോളറിന്റെ ഒക്കെ ഹെജിമണി, ഒരു നാണയ വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഡോളറിന്റെ ലോക അതീശത്വം ഏറെക്കുറെ സമ്പൂർണ്ണമായി തകരുകയാണ്. യുവാനോട് മത്സരിക്കേണ്ടി വരും ഡോളർ നാളെ. അതാണ് സംഭവിക്കുന്നത്. ചൈനീസ് നാണയമായ യുവാനുമായിട്ട്
ഡോളറിന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ചൈന സമ്പദ്ഘടനയുടെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ കുതിച്ചുകയറ്റം നടത്തുന്നു എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് സൗദി അറേബ്യ പോയിരുന്നു. അപ്പൊ ഞാൻ സൗദി അറേബ്യയിലെ തുറമുഖ നഗരമൊക്കെ കാണാൻ പോയപ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ നമ്മളിവിടെ കാണാത്ത കാറ് എല്ലാം ചൈനയുടേതാണ്. സൗദി പെൺകുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ സൗദി രാജാവ് തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തെ തുടർന്ന് സൗദി ഗവൺമെന്റ് ജപ്പാനിലെ ടയോട്ടയായിട്ടല്ല കരാറുണ്ടാക്കിയത്, അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സുമായിട്ടല്ല കരാറുണ്ടാക്കിയത്, തെക്കൻ കൊറിയയിലെ ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനിയായിട്ടല്ല കരാറുണ്ടാക്കിയത്, ചൈനയിലെ ഓട്ടോമൊബൈൽ കമ്പനികളുമായിട്ടാണ്. ചൈനീസ് സ്റ്റേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് സൗദി രാജാവ് സൗദി അറേബ്യ ചൈനയുമായിട്ട് ഈ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഒരു പർച്ചേസിംഗ് കരാറുണ്ടാക്കി. സൗദി അറേബ്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ചൈന പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 150 രാജ്യങ്ങളാണ് അതിൽ അംഗങ്ങൾ. സൗദി അറേബ്യ അതിൽ അംഗമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അതിൽ അംഗങ്ങളാണ്. 150 രാജ്യങ്ങൾ, 30-ലേറെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, ഏജൻസികൾ പങ്കാളികളായിട്ടുള്ള മനുഷ്യരാശിയുടെ 20ഉം 21 നൂറ്റാണ്ടുകൾ കണ്ടിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു വ്യാപാര ശൃംഖലക്കാണ് ബെൽറ്റ് ആൻഡ് റോഡ് വഴി ചൈന നേതൃത്വം കൊടുക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ വിപണി സാധ്യതകൾ വലിയ രീതിയിൽ ഇല്ലാതാവുകയാണ്. വിപണി ഇല്ലാതായാൽ ഉൽപാദനം നടത്താൻ പറ്റും, പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആഗോള രംഗത്ത്, ആഗോള വിപണിയിൽ ചൈന വളരെ വിപുലമായി ഇടപെടുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം കയ്യില് മൊബൈൽ ഫോൺ ഇങ്ങനെ വ്യാപകമായത് അമേരിക്കക്കാർ വിചാരിച്ചിട്ടാണോ? ജപ്പാൻകാരോ ജർമ്മൻകാരോ വിചാരിച്ചിട്ടാണോ? അല്ല. മൊബൈൽ ഫോൺ സാർവത്രികമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നു. ഈ മൊബൈൽ ഫോണിന്റെ രംഗത്തൊക്കെ ചൈന നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇന്നവേഷൻസ്, അതിന്റെ ഭാഗമായിട്ട് എന്താണ്? അമേരിക്കയിലെ ഏത് മൊബൈൽ ഫോൺ കമ്പനിയോടും മത്സരിച്ച് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് സാധനങ്ങൾ എത്തിക്കാൻ. ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന തരത്തിൽ 1995 ഒപ്പുവെച്ച മരേക്കേഷ് ഉടമ്പടി, ഘാട്ട് കരാർ, ആ ഘാട്ട് കരാറിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ്? ഈ നിയോ ലിബറൽ സാമൂഹ്യക്രമം, ലോകക്രമം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബൗദ്ധിക സ്വത്തവകാശത്തെ കൂടി അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷെ ബൗദ്ധിക സ്വത്തവകാശം നൽകുന്ന അതെന്ന് പറഞ്ഞാല് ഉൽപ്പന്ന പേറ്റന്റ് മാത്രമേ അനുവദിക്കൂ, പ്രക്രിയാധിഷ്ഠിതമായ പേറ്റന്റ് അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഈ പേറ്റന്റ് രംഗത്ത് അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടലുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈന എല്ലാ രംഗത്തും, സാങ്കേതിക വിദ്യയുടെ രംഗത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള മുൻകൈകൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 90കളില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, EMS തന്നെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് 90കളിൽ ഈ ഗോർബച്ചോവ് ഉണ്ടാക്കി വെച്ച ദുരിതങ്ങളെ കുറിച്ചാണ്. അപ്പൊ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് there is no alternative. ഇനി ബദലുകളില്ല എന്നാണ് പറഞ്ഞത്. എൻഡ് ഓഫ് ഹിസ്റ്ററി, ദ ലാസ്റ്റ് മാൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ഫുക്കുയാമയുടെ പുസ്തകം എന്തായിരുന്നു? ഇവിടെ മാതൃഭൂമി, മനോരമ, മാധ്യമം, ഇതൊക്കെ ഫ്രാൻസിസ് ഫുക്കുയാമ മയമായിരുന്നു. ഇവിടുത്തെ ബുദ്ധിജീവികളെല്ലാം എന്താണ്? എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിച്ചു. ഇനി മുതലാളിത്തത്തിനപ്പുറത്ത് ഒരു സാമൂഹ്യ പരിണാമം സാധ്യമല്ല. മുതലാളിത്തത്തിന്റെ കമ്പോള വ്യവസ്ഥയോടെ ചരിത്രം അവസാനിച്ചു. മുതലാളിത്തത്തിന് അപ്പുറത്ത് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. സയൻസിന്റെയും ടെക്നോളജിയുടെയും രംഗത്തുള്ള നേട്ടങ്ങളുണ്ടല്ലോ,
അതുപയോഗിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായിട്ടന്ന് ഉന്നയിക്കപ്പെട്ടത് എന്താണ്? ജനിതക എഞ്ചിനീയറിംഗിന്റെ രംഗത്ത്, ജനിതക സയൻസിന്റെ രംഗത്ത് ശാസ്ത്രം നേടിയിട്ടുള്ള മഹാനേട്ടങ്ങൾ അതും ഉപയോഗിച്ച് ഭൂമുഖത്തെ എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയും. ഇപ്പൊ ജനിതക എഞ്ചിനീയറിംഗിന്റെ ഒക്കെ സഹായത്തോടു കൂടി വേണമെങ്കിൽ ഈ ഭൂമിയിലെ 790 കോടി ആൾക്കാർക്കും ആപ്പിൾ കൊടുക്കാം. യുണൈറ്റഡ് ഫുഡ്സ് കമ്പനി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു പഴവിള കമ്പനിയാണ് യുണൈറ്റഡ് ഫുഡ്സ്. കാട്ടിമലയിൽ മഹാനായ ചെഗുവര യുദ്ധം ചെയ്തത് ഈ ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ്, യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ്. ബൊളീവിയയിലും ഈ ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ് ചെഗുവരയ്ക്ക് യുദ്ധം നയിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിക്ക് ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഈ ഭൂമുഖത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യർക്ക് ആവശ്യമായ ആപ്പിളോ ബനാനയോ മുന്തിരിയോ ഉണ്ടാക്കാം. ആസ്ട്രേലിയൻ വീറ്റ് ബോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് കുത്തകയാണ്, വീറ്റ് കോർപ്പറേഷനാണ് ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡ്. ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡിന് വേണമെങ്കിൽ ഈ ഭൂമുഖത്തെ എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. കാർഗിലിൻ കോർപ്പറേറ്റ് ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകയാണ്. നമ്മുടെ കയമ ഉൾപ്പെടെയുള്ള എല്ലാ നെല്ലിനങ്ങളുടെയും പേറ്റന്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ അജിത് ജോഗി എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡിലെ 1000-ലേറെ നെല്ലിനങ്ങളുടെ പേറ്റന്റ് അമേരിക്കൻ അരിക്കുത്തയായിട്ടുള്ള റൈസ് കുത്തകയായിട്ടുള്ള കാർഗിലിൻ കോർപ്പറേറ്റ് നേടിയത്. കോൺഗ്രസ് ഭരിക്കുമ്പോ UPA സർക്കാർ ഭരിക്കുമ്പോ ആ കാർഗിലിൻ കോർപ്പറേറ്റിന് വേണമെങ്കിൽ ഇന്ന് ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടുകൂടി ഈ ഭൂമുഖത്തെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയും. ഇത് പറഞ്ഞത് 90-കളിലാണ്. നമ്മളൊക്കെ ഇതിനെതിരായിട്ട് വലിയ രീതിയിൽ പ്രതിരോധം തീർത്ത് പ്രസംഗിച്ച് നടന്നവരാ, എഴുതിയവരാ. പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഉൽപാദനക്ഷമത, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം മുതലാളിത്തത്തിന് കീഴിൽ ഉൽപാദനം വർദ്ധിച്ചാലും ജനങ്ങൾക്കത് വിതരണം ചെയ്യപ്പെടില്ല. ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന് പറയുന്നത് മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലത്തെ ഈ അമിതോൽപാദനം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു നോവലാണ്. ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ട്, ചരക്കുണ്ടായതുകൊണ്ട് ചരക്ക് എല്ലാവർക്കും ലഭിക്കില്ല. ചരക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അത് വാങ്ങിക്കാനുള്ള പണം വേണം, ക്രയശേഷി വേണം. ക്രയശേഷി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആളുകൾക്ക് വരുമാനം വേണം. വരുമാനം വേണമെങ്കിൽ എന്ത് വേണം? ആളുകൾക്ക് പണി വേണം. ആളുകളുടെ വരുമാനം എന്ന് പറയുന്നത് കൂലിയാണ്. അപ്പൊ തൊഴിൽ, കൂലി, ക്രയശേഷി ഇതെല്ലാം വളരെ പ്രധാനമാണ്. മുതലാളിത്തത്തിന് ഇത് സാധ്യമല്ല. മുതലാളിത്തം ലാഭപ്രചോദിതമായ ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഇഷ്ടം പോലെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചാലും അതാവശ്യമുള്ള ആളുകൾക്ക് ജനാധിപത്യപരമായ മുതലാളിത്തത്തിന് കീഴിൽ വിതരണം ചെയ്യപ്പെടും. ഇന്ന് നമ്മളതാണ് കാണുന്നത്. ലോകബാങ്കിന്റെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭൂമുഖത്ത് 500 കോടിയോളം വരുന്ന മനുഷ്യർ 2 നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർ, 2 നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരാ. ഒരർത്ഥത്തിൽ അൾട്ടിമേറ്റ്ലി അതിതീവ്ര പട്ടിണിക്കാർ. ആവശ്യമായ പോഷകാഹാരമില്ലാതെ ലോകത്ത് കുഞ്ഞുങ്ങൾ ഓരോ അരമണിക്കൂറിലും 21 വീതം ആളുകൾ മരിച്ചു വീഴുന്നു എന്നാണ് പറയുന്നത്. ഗസയിൽ മാത്രമല്ല, ഭൂഖണ്ഡങ്ങളിലാകെ ആവശ്യമായ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങൾ വന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഒരു ലോകത്താണ്, മുതലാളിത്തത്തിന്റെ ലോകത്താണ്, നിയോ ലിബറലിസത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ സയൻസിനും ടെക്നോളജിക്കും മനുഷ്യവംശത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. മുതലാളിത്തത്തിന് അത് ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവല്ലാതെ ജനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ ജനാധിപത്യപരമായി വിതരണം ചെയ്യപ്പെടാനുള്ള സംവിധാനം ഇല്ലാത്ത കാലത്തോളം ഒരു പ്രശ്നവും പരിഹരിക്കില്ല. അതുകൊണ്ടാണ് മുതലാളിത്തം ഒരു വ്യവസ്ഥ എന്ന നിലക്ക് അതിൽ അന്തർഹിതമായിരിക്കുന്ന സാമൂഹ്യ ഉൽപാദനവും സ്വകാര്യ ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം മൂലം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ ആവശ്യമായ ഉൽപാദനത്തിന്റെ സാമൂഹ്യ സ്വഭാവം എന്ന പോലെ തന്നെ
ഉടമസ്ഥതയുടെ സാമൂഹ്യ സ്വഭാവം, ഉടമസ്ഥതയുടെ സാമൂഹ്യവൽക്കരണം വളരെ പ്രധാനമാണ്. ആ സാമൂഹ്യവൽക്കരണത്തിന്റെ വിവിധ രൂപങ്ങൾ പൊതുമേഖലയാവാം, കലക്റ്റീവ് കൂട്ട് കൃഷികളാവാം, പരസ്പര സഹായമാവാം, സഹകരണ സംഘങ്ങളാകാം. ഈ മാതൃകയിലൂടെയാണ് വ്യക്തിഗത ഉടമസ്ഥതയുടേതായ ദുരമൂത്ത ലാഭ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ മുതലാളിത്ത വ്യവസ്ഥ സൃഷ്ടിച്ച അസമത്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും മനുഷ്യരാശിക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് ലോകം അങ്ങനെ ഒരു തിരിച്ചറിവ്. ഇപ്പൊ നിയോ ലിബറലിസത്തിന്റെ സ്തുതിപാഠകരായ ജോസഫ് സ്റ്റിഗ്ലിസ് തൊട്ട് ഏറ്റവും ഒടുവിൽ തോമസ് പിക്കറ്റി വരെയുള്ള പണ്ഡിതന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ, അവരെല്ലാം ഇപ്പോൾ പറയുന്ന എന്താണ്? തോമസ് പിക്കറ്റിയുടെ ഏറ്റവും ഒടുവിലത്തെ കൃതി ടൈം ഫോർ സോഷ്യലിസം. അദ്ദേഹം പറയുന്നത് സോഷ്യലിസത്തിന്റെ സമയമാണ്. അദ്ദേഹത്തിന്റെ സോഷ്യലിസം, തോമസ് പിക്കറ്റിയുടെ സോഷ്യലിസം നമ്മൾ പറയുന്ന സോഷ്യലിസവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ അദ്ദേഹം വ്യക്തിഗത ഉടമസ്ഥതയുടെ, കോർപ്പറേറ്റ് ഉടമസ്ഥതയുടെ അപകടം മനുഷ്യരാശിയെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥക്ക്, വ്യക്തിഗതമായ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യമായ നിയന്ത്രണവും സാമൂഹ്യമായ ഉടമസ്ഥതയുമുള്ള വ്യവസ്ഥകൾക്ക് മാത്രമേ ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഒട്ടും മാർക്സിസ്റ്റ് അല്ല, ലെനിനെ അംഗീകരിക്കാത്ത, വേണമെങ്കിൽ ട്രോട്സ്കിയെ ഒരു ജനാധിപത്യവാദി എന്ന നിലക്ക് അംഗീകരിക്കുന്ന മിസ്റ്റർ തോമസ് പിക്കറ്റിയെ പോലുള്ള ഒരു പണ്ഡിതൻ പറയാണ്. അയാൾ 21-ാം നൂറ്റാണ്ടിലെ ക്യാപിറ്റലിസത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ മുതലാളിത്തത്തിന്റെ പണ്ഡിത കേന്ദ്രങ്ങൾ തന്നെ, ചിന്താ കേന്ദ്രങ്ങൾ തന്നെ ഇന്ന് സോഷ്യലിസത്തിന്റെ പ്രസക്തി അംഗീകരിക്കുകയാണ്. ഇത്തരം ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഡോളറിന്റെ ഹെജിമണി തകരുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയോ ലിബറൽ ലോകക്രമത്തിന്റെ അധിപനായ അമേരിക്കയുടെ ഹെജിമണി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ലോകാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. 5 സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ തിട്ടൂരങ്ങൾ അനുസരിക്കാതെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ രാംകുമാർ വിശദീകരിച്ചില്ലേ ബ്രിക്സിൽ അതിന്റെ ആരംഭകാലത്ത് 5 സംഘടനകൾ മാത്രമേ, ഇപ്പൊ ബ്രിക്സ് പ്ലസ് ആണ്. നിരവധി രാജ്യങ്ങൾ അതിൽ ചേർന്നുകൊണ്ടിരിക്കുക. ജോഹനാസ്ബർഗിലെ, ഇപ്പോൾ റഷ്യയിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ നടന്ന റഷ്യയിലെ കാസിൻ സമ്മേളനത്തിന് മുമ്പ് ജോഹനാസ്ബർഗില് ബ്രിക്സിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു എന്നറിയോ? IMF-നും ലോകബാങ്കിനും ബദലായിട്ട് ഒരു ഇന്റർനാഷണൽ ബാങ്ക് രൂപീകരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബാങ്ക്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക് അവരെ രൂപീകരിച്ചു. അതിനെ എതിർക്കുന്നത് ബ്രിക്സിലെ ആരാന്നറിയോ? അതിനെ എതിർക്കുന്നത് നിങ്ങളെ എന്നെയൊക്കെ പ്രതിനിധീകരിക്കുന്ന മോഡിയാണ്. ഇന്ത്യയാണ് ബ്രിക്സിൽ അതിനെ എതിർത്തത്. ചൈനയും റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഒരു ഇന്റർനാഷണൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ, IMF-നും ലോകബാങ്കിനും ബദലായി ഒരു ഡെവലപ്മെന്റ് ബാങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയാണ് അതിനെ എതിർത്തത്. അതേപോലെ തന്നെ ഡോളറിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഇനി വിനിമയം നടത്തണ്ട എന്നുള്ള ഒരു നിർദ്ദേശവും വന്നു. ആ നിർദ്ദേശം വന്നപ്പോൾ അങ്ങനെ ഡോളർ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വിദ്വാനാണ് ആര്? മോഡിക്ക് വേണ്ടി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യയുടെ പ്രതിനിധി. അപ്പൊ ഇന്ത്യയാണ് ഇപ്പൊ അമേരിക്കയുടെ രക്ഷക്കെത്തുന്നത്. പക്ഷെ ഗതികെട്ടാൽ പിന്നെ എന്താണ്? ഷീ ജിൻപിങ്ങിനെ കാണും ആൾക്കാർ. ചൈനയിൽ പോയി ഷാങ്ഹായ് കോർപ്പറേഷന്റെ പങ്കാളി എന്ന നിലക്ക് ചൈനീസ് നേതാവിനെ മിസ്റ്റർ മോഡി കാണുമ്പോൾ നമ്മൾ വലിയ ആവേശമൊന്നും കൊള്ളേണ്ട ആവശ്യം. കാരണം മോഡി പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഇന്റർനാഷണൽ മൂലധന വ്യവസ്ഥയായി ഇന്റഗ്രേറ്റ് ചെയ്ത മൂലധനമാണ്. CPM-ന്റെ പാർട്ടി പരിപാടിയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ത്യൻ കുത്തക മൂലധനത്തിന്റെ ഒരു സ്വഭാവം വൈദേശിക മൂലധനവുമായിട്ട് അതിവേഗം അടുക്കുന്ന. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്? തങ്ങൾക്ക് നിലനിൽക്കാനും വളരാനും വൈദേശിക മൂലധനത്തെ എതിർക്കേണ്ടി വന്നാൽ അതിനും അവർ തയ്യാറാവും. അവിടെയാണ് ഇന്ത്യൻ ഭൂഷാസിയുടെ ഇരട്ട സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ പാർട്ടി പരിപാടി വിശദീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂട ഘടനയെ നിർണയിക്കുന്ന ഇന്ത്യയിലെ വൻകിട ഭൂഷാസി ഇരട്ട സ്വഭാവമുള്ളവരാണ്, ചാഞ്ചാട്ടക്കാരാണ്. പക്ഷെ ഇന്നത്തെ ഒരു നിയോ ലിബറൽ ലോകക്രമത്തിനകത്ത് അവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം സാമ്രാജ്യത്വ മൂലധനവുമായി അതിവേഗം അടുക്കുന്നതാണ്. നിവൃത്തിയില്ലെങ്കിൽ എന്താണ്? അവര് ട്രംപിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ ഇങ്ങനെ പ്രതികാര ചുങ്കം, ഇപ്പൊ എന്താണ്, പിഴച്ചുങ്കം വരും എന്നാണ് പറയുന്നത്.
ഡോളർ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾക്കെതിരായിട്ട് ട്രംപ് പിഴച്ചുങ്കം ചുമത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ട്രംപിന്റെ നിലപാടുകളോട് യോജിച്ചു പോകാനാവില്ല എന്ന് വരുമ്പോൾ തന്നെ ട്രംപിനെ പേടിയാണ്. കാരണം ഈ ഫൈനാൻസ് മൂലധനമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ പ്രതിനിധിയാണ് ആര്? മിസ്റ്റർ നരേന്ദ്രമോദി. ഈ ഒരു ലോക സാഹചര്യത്തിൽ ഇന്ന് ആഗോള മൂലധന വ്യവസ്ഥക്കും അതിന്റെ അതിനായകനായ അമേരിക്കക്കുമെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന ലോകരാജ്യങ്ങളുടെ ഏകാത്മകമായ ലോകക്രമത്തിന്, ഏകധ്രുവ ലോകക്രമത്തിനെതിരായിട്ട് വരുന്ന ബഹുധ്രുവാത്മകമായ ഒരു ധ്രുവീകരണത്തെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായി കാണേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ EMSനെ പോലൊരു മഹാനായ കമ്മ്യൂണിസ്റ്റിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇന്ത്യയിലെ, കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1964 CPM ഉണ്ടായത്. ആ സന്ദർഭത്തിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായത് എന്താണ്? ഇന്ത്യൻ ബൂർഷാസിയുടെ വർഗ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ്. CPIക്കാർ പറഞ്ഞു ദേശീയ സ്വഭാവമുള്ളതാണ്, സ്വതന്ത്ര സ്വഭാവമുള്ളതാണ്, അതിനെ ശക്തി പറഞ്ഞ് അതിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്ത്, ഇന്ത്യൻ ബൂർഷാസിയുടെ പ്രതിനിധി ഇന്ദിരാഗാന്ധിയുടെ കൈകൾക്ക് ശക്തി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇവിടെ സോഷ്യലിസം ഉണ്ടാക്കണം. അതിന് സോവിയറ്റ് യൂണിയന്റെ മോസ്കോ പ്രഖ്യാപനത്തിന്റെ ഒക്കെ ബലത്തിൽ അതിന് സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് EMSന്റെ വിഖ്യാതമായ പുസ്തകം പ്ലാനിങ് ഇൻ ക്രൈസിസ്. ഇപ്പൊ ലോക സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ EMSലൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ പ്ലാനിങ് ഇൻ ക്രൈസിസ്, ആസൂത്രണ പ്രതിസന്ധിയിൽ എന്ന പുസ്തകം വളരെ പ്രധാനം. ആ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് നെഹ്റുവിയൻ പാത ഇങ്ങനെ ഒരു പതനഗതിയിലെത്തിയത്? ട്രഷറികൾ അടച്ചുപൂട്ടുന്ന, ബജറ്റുകൾക്ക് അവധി കൊടുക്കുന്ന, ആളുകൾക്ക് ശമ്പളം, കേന്ദ്ര ജീവനക്കാർക്കും സംസ്ഥാന ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാത്ത പരിതാപകരമായ ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ ഭരണകൂട സംവിധാനം എത്തിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് EMS ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് മുതലാളിത്ത വികസന പാതയുടെ അനിവാര്യമായ പതനമാണ്. അനിവാര്യമായ പതനമാണ്. ആ അനിവാര്യമായ പതനം മുതലാളിത്തത്തെ ഇല്ലാതാക്കുന്നത് വഴി മാത്രമേ ഇന്ത്യൻ സമ്പദ്ഘടനക്ക് അതിജീവിക്കാൻ കഴിയൂ എന്നാണ്. അതിനെ അതിജീവിക്കാൻ പിന്നീട് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച മാർഗങ്ങൾ എന്താണ്? ഇന്ദിരാഗാന്ധി MRTP കൊണ്ടുവന്നു, കുത്തക നിയന്ത്രണ നിയമം കൊണ്ടുവന്നു, ഇല്ലേ? MRTP കൊണ്ടുവന്നു. ഫെറ എന്താണ്? വിദേശ മൂലധനം തോന്നിയ പോലെ ഇങ്ങോട്ട് വരുന്നത് തടയാൻ കഴിയാവുന്ന രീതിയിലുള്ള ഫെറ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെല്ലാം പാർലമെന്റിനകത്ത് ആരാ പിന്തുണ കൊടുത്തത്? ജനസംഘക്കാരോടും സ്വതന്ത്ര പാർട്ടിക്കാരോടും ഒപ്പം ചേർന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ഈ പരിഷ്കാരങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ബാങ്ക് ദേശസാൽക്കരണം, പ്രിവി പേഴ്സ്, ഇതെല്ലാം പാർലമെന്റിലേക്ക് വന്നപ്പോൾ 70കളുടെ വളരെ വിഖ്യാതമായ ഇന്ത്യയുടെ പാറ്റന്റ് നിയമം, ഇതെല്ലാം പാർലമെന്റിലേക്ക് വന്നപ്പോൾ അതിനെയൊക്കെ എതിർത്തവർ കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇന്ദിരാഗാന്ധിക്ക് കരുത്തു പകർന്നതാരാ? അന്ന് പാർലമെന്റിലുണ്ടായിരുന്ന സഖാവ് AK-G. ഒരു ബൂർഷ ഭരണകൂട വ്യവസ്ഥയാണെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റ് അതിന്റെ ദേശീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സോഷ്യലിസ്റ്റായ പൊതുമേഖലയിൽ ഊന്നുന്ന എല്ലാ നയങ്ങൾക്കും എന്താണ്? അന്ന് ഇടതുപക്ഷം, AK-Gയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പിന്തുണ നൽകി. അതിന്റെ വലിയ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. നമ്മളിപ്പോ നിയോ ലിബറലിസത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ആൾക്കാരും എന്താണ് അത് 90കളിൽ ഒരു പ്രതിഭാസം എന്നാ പറയാ. അല്ല, 1975 അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ബൂർഷാസി എത്തപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് ജനാധിപത്യത്തിന്റെ എല്ലാ മുഖംമൂടികളും ഇന്ത്യൻ ബൂർഷാസി അടിച്ചു മാറ്റി അതിനകത്തെ രക്തരക്ഷസിനെ പുറത്തെടുത്തത്. ഇന്ത്യൻ ബൂർഷാസിയിലെ രക്തരക്ഷസിനെ പുറത്തെടുത്ത കാലമാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് സോവിയറ്റ് പിന്തുണയുള്ള ബ്രഷ്നേവിനെ പോലുള്ള ഒരാൾ അന്ന് എന്താണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണയും കൊടുത്തു. പക്ഷെ സോവിയറ്റ് പിന്തുണ എന്ന പുറംകാഴ്ചയിൽ ഇന്ദിരാഗാന്ധി അന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ലോകബാങ്കിന്റെ അന്നത്തെ നെയ്റോബി ഉച്ചകോടി ഉൾപ്പെടെ, ആ നെയ്റോബി ഉച്ചകോടി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ എന്താണ് ഇന്ദിരാഗാന്ധി അമേരിക്കൻ അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക്, നിയോ ലിബറൽ പരിഷ്കാരങ്ങളിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയെ നയിക്കുകയായിരുന്നു. അതിന്റെ അനിവാര്യമായ ദുരന്തം എന്നതിനേക്കാണ് 1990കളിൽ സോവിയറ്റ് യൂണിയന്റെ പതനം കൂടിയാകുമ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗം ഈ നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് എത്തിയത്. അതിന്റെ ആഘാതം നമ്മുടെ സമ്പദ്ഘടന അതിഗുരുതരമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ്
ഈ നിയോ ലിബറൽ നയങ്ങൾക്ക് ബദലായി CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത്, അതാണ് കേരളം. ചരിത്രപരമായ അതിന് പല കാരണങ്ങളും. ഈ കേരളത്തിൽ നമ്മൾ 1957 മുതൽ ഒരു ബൂർഷാ ഭൂപ്രഭു വ്യവസ്ഥയുടെ ഘടനാപരമായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ബദൽ നയമാണ് നടപ്പാക്കാൻ നോക്കിയത്. ആ ബദൽ നയം വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി നീതി ആയോഗിന്റെ മനുഷ്യ ജീവിത ഗുണനിലവാരത്തെ സംബന്ധിച്ച എല്ലാ സൂചകങ്ങളും പരിശോധിക്കുമ്പോൾ ഓരോ രംഗമെടുത്താക്കിയത്, സാക്ഷരത, സ്ത്രീ സാക്ഷരത, ശുചിത്വം, കുട്ടികളുടെ പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണം, ശിശുമരണ നിരക്ക്, ഓരോ രംഗമെടുക്കുമ്പോഴും എന്താണ്, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് കേരളം. നമ്മുടെ KC വേണുഗോപാൽ, AICCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം അവിടെ എന്താണ് ഒരു മെറിറ്റ് അവാർഡ് പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ, അയാളുടെ നിയോജക മണ്ഡലത്തിൽ. പ്രസംഗിക്കാൻ വന്നത് കർണാടകയിൽ നിന്നുള്ള എന്ത് ഗൗഡയാണ്, കൃഷ്ണ ബൈര ഗൗഡ, കർണാടകയിലെ മന്ത്രിയാണ്. അദ്ദേഹം ഈ കാര്യമൊന്നും അറിയില്ല. അത് സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഡാറ്റ വെച്ച്, വിവരങ്ങൾ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. എന്താണ്, ഇന്ത്യക്കാകെ മാതൃകയാണ് കേരളം. എല്ലാ കാര്യവും, അത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എല്ലാ മേഖലകളെയും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്കാകെ ലോകത്തിന് മാതൃകയാണ് കേരളം. കേരളത്തിന് ഈ നേട്ടം നേടാൻ കഴിഞ്ഞത് വൈദഗ്ധ്യമുള്ള, വിജ്ഞാനമുള്ള ഒരു മനുഷ്യ വിഭവശേഷി ഉള്ളത് കൊണ്ടാണ്. എഡ്യൂക്കേഷന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. എന്താണ് ഇവിടെ ഈ വെളുക്കാൻ വെച്ചിട്ട് പാണ്ടാഹുവ എന്ന് പറയത്തില്ലേ, ആ അവസ്ഥയിലായി കോൺഗ്രസ്സുകാർ. നമ്മുടെ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇട്ടു. ഇത് കൃഷ്ണ ബൈര ഗൗഡയെ പോലുള്ള ഒരാളുടെ പ്രശ്നമല്ല. സത്യസന്ധമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ സെമിനാർ, ഓൺലൈൻ സെമിനാർ, രാംകുമാർ ഉണ്ടായിരുന്നു തോന്നുന്ന സെമിനാർ അല്ലേ, അതിൽ പങ്കെടുത്തുകൊണ്ട് അമർത്യാസൻ പറഞ്ഞത്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ വികസിത സമൂഹങ്ങൾക്ക് പോലും, രാജ്യങ്ങൾക്ക് പോലും അസാധ്യമാകുന്ന തരത്തിൽ എല്ലാവർക്കും വെള്ളം, കുടിവെള്ളം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലാവർക്കും ആരോഗ്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാംസ്കാരിക അഭിവൃദ്ധിക്കുള്ള അവസരങ്ങൾ, ഇതെല്ലാം നൽകുന്ന ഈ നിയോ ലിബറലിസത്തിന് മാതൃകാപരമായ ഒരു ബദലായിട്ടാണ് കേരളത്തെ അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും നേതാവിന്റെ എന്തെങ്കിലും ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ ആകെ എന്താണ്, ഈ കൊല്ലപ്പരയിൽ കെട്ടിയ ആട്ടുംകുട്ടിയെ പോലെയാന്ന് പറയും, നമ്മളാകെ ഭയപ്പെടും. അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. അഭിമാനത്തോടെ, അന്തസ്സോടെ VMS ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിച്ചെന്ന മഹത്തായ ഒരു ആശയത്തിന്റെ, നമ്മുടെ സമൂഹ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രയോഗ പരിപാടിയിലൂടെ വിപ്ലവകരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിലിക്കൻ വാലിയിലെ ടെക്കികൾ, ഇന്ത്യക്കാർക്ക് അവിടെ പണി കൊടുക്കരുന്ന ടെക്കികളോട് ട്രംപ് ശാസന നൽകിയപ്പോൾ സിലിക്കൻ വാലിയെ കുറിച്ച് കുറെ ലേഖനങ്ങൾ വന്നു. ആ ലേഖനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിലിക്കൻ വാലിയിലെ ടെക്കുകളിൽ 23% ഇന്ത്യക്കാരാണ്. അതിൽ ഭൂരിപക്ഷ ആൾക്കാരുമാരാണ്, മലയാളികളായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. എന്ന് പറഞ്ഞാൽ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫ്രോണ്ടിയർ സയൻസിന്റെ മണ്ഡലങ്ങളിൽ അനന്തര ബിരുദമുള്ള വലിയ ഒരു മനുഷ്യശേഷി കേരളത്തിലാകെ ഉണ്ടായിരിക്കുകയാണ്. അതുണ്ടായത് 57-ലെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നടപടികൾ, മുണ്ടശ്ശേരി മാഷുടെ സാർവത്രിക വിദ്യാഭ്യാസ നയങ്ങൾ, ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ നടപ്പാക്കിയ സാമൂഹ്യക്ഷേമ പരിപാടികൾ, അതിന്റെയൊക്കെ തുടർച്ചയിൽ നിയോ ലിബറൽ നയങ്ങൾക്കെതിരായിട്ട് 2016 മുതൽ പിണറായി വിജയൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പാക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ എല്ലാ ഉപരോധങ്ങളെയും, ഭരണഘടനാപരമായി അവകാശപ്പെട്ട വിഭവ വിഹിതങ്ങളുടെ നിഷേധത്തെയും നേരിട്ടുകൊണ്ടാണ് ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്നത്. ഈ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നിയോ ലിബറലിസത്തിന്, ലോക മുതലാളിത്തത്തിന്റെ ഒരു ആഗോളക്രമത്തിനെതിരായിട്ട് ജനകീയമായ, വികസനോന്മുഖമായ, ക്ഷേമോന്മുഖമായ ഒരു ബദൽ പരീക്ഷണത്തെ പുതിയ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ
വളരെ പ്രധാനമാണ് ഈ പ്രത്യയശാസ്ത്രപരമായ ബദലുകളെ സംബന്ധിച്ച, മുതലാളിത്തത്തിനെതിരായ ബദലുകളെ സംബന്ധിച്ച പ്രത്യയശാസ്ത്രപരമായ സമരം. ആ പ്രത്യയശാസ്ത്രപരമായ സമരത്തിന് നമുക്ക് ആവശ്യമായുള്ള ഉൾക്കാഴ്ച നൽകുന്ന എഴുത്തും സൈദ്ധാന്തിക സംഭാവനകളും EMSൻ്റെതായി നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വായിക്കാനും പരിശോധിക്കാനുമുള്ള ഒരവസരമായി ഈ സെഷന്റെ ഒരു സന്ദേശം മാറണമെന്ന അഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സാക്കളെ, നാളെ നമുക്ക് 9:30 തന്നെ എത്തിച്ചേരണം. നാളെ നടക്കുന്ന വിവിധ സെഷനുകളിലായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് C. രവീന്ദ്രനാഥ്, പാർട്ടിയുടെ PB അംഗം സഖാവ് A. വിജയരാഘവൻ, സെൻട്രൽ കമ്മിറ്റി മെമ്പർ എളമരം കരീം, AM ഷിയാസ്, VB പരമേശ്വരൻ, ഡോക്ടർ TN സീമ, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, MM നാരായണൻ, TM തോമസ് ഐസക്, ആലംകോട് ലീലാകൃഷ്ണൻ എന്നീ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന വിവിധ സെഷനുകളാണ് നാളെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കണം. സഖാക്കൾ 9:30 തന്നെ എത്തിച്ചേരണം. ഈ സെഷൻ കഴിഞ്ഞാൽ ആലോചി പാടുന്നു. നന്ദി പറയാൻ വേണ്ടി സാവു നാരായണ ക്ഷണിക്കുന്നു.